يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. أرنا وبيترنا لا എന്താ നല്ല സൗണ്ട് ഉണ്ടായിരുന്നല്ലേ. വളരെ ബഹുമാന്യരായ സഹോദരന്മാരെ, രക്ഷിതാക്കളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശ്രേഷ്ഠമായ പരിശുദ്ധമായ ദിവസങ്ങളിലൂടെ കടന്നുപോകാൻ നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അല്ലാഹു തആല നമ്മിൽ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മിൽ വളരെയധികം കഷ്ടപ്പാടും പ്രയാസവും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് അല്ലാഹു തആല എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും മോചനം നൽകി സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികളായ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളും പരിചയത്തിലും ദ്വാരക്കാൻ വേണ്ടി അപേക്ഷിച്ചതിലും ഒക്കെ ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ വളരെ പരിപൂർണമായ ശിഫാവും ആഫിയത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മരിച്ചുപോയ ആളുകൾ, നമ്മുടെയൊക്കെ ബന്ധുമിത്രാദികൾ, പരിചയക്കാര്, സുഹൃത്തുക്കള് ഗൾഫ് നാടുകളിലും നാട്ടിലും ഒക്കെ മരിച്ചുപോയ, നമ്മുടെ ഈ അടുത്ത കാലങ്ങളിൽ മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് മുമ്പേ ആഖിറത്തിലേക്ക് നടന്നവർക്കുമൊക്കെ അല്ലാഹു തആല ഖബർ ജീവിതം സന്തോഷകരമാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, ഒരിക്കലൂടെ നമുക്ക് ഈ പെരുന്നാളിന്റെ തൊട്ട് മുമ്പായി ഒരുമിച്ച് ചേരാൻ അവസരം നൽകിയിരിക്കുകയാണ് അല്ലാഹു തആല. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന അന്നത്തെ ഭരണാധികാരി വളരെ ക്രൂരനായിരുന്നൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഹജ്ജിന് വന്നപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് മഹാനായ അല്ലാമ തഊസ് ഇബ്നു കയ്യിസാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ അവരിങ്ങനെ ഹറമിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ വളരെ ഉച്ചത്തിൽ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് ചൊല്ലി ഒരു അറാബി ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഉറക്കെ പറയാൻ. അപ്പൊ അന്ന് ഖലീഫമാരോ ഭരണാധികാരികളോ പരിസരത്തുണ്ടെങ്കിൽ ഉച്ചത്തിലാരും സംസാരിക്കാറില്ല. അന്നത്തെ പതിവ് അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഹജ്ജാജ് ഇബ്നു യൂസുഫ്, അദ്ദേഹം വളരെയധികം ക്രൂരനും അക്രമിയുമായ ഒരു ഭരണാധികാരിയായിരുന്നു. ഇമാമുന ഷാഫി തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, കഫാ ബിഹി ളാലിമ. അപ്പൊ അത്തരം ഒരു ഭരണാധികാരി അവിടെ ഉണ്ടായിരിക്കെ തന്നെ ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഹജ്ജാജ് ഇബ്നു യൂസുഫ് വിളിച്ചു, മനിൽ മുലബ്ബി, ആരാണ് ഈ തൽബിയത്ത് ചൊല്ലുന്ന ആൾ എന്ന് വിളിച്ചപ്പോ അദ്ദേഹം വന്നു. മിമ്മൻ അൻസ, നീ ആരിൽപ്പെട്ട ആളാന്ന് ചോദിച്ചു. മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളാണ്. പറഞ്ഞു, അതല്ല ഞാൻ ചോദിച്ചത്. മിൻ അയ്യി ബലദ്, ഏത് നാട്ടിൽ നിന്നാണ്? അന മിൻ അഹ്ലിൽ യമൻ, ഞാൻ യമനിൽ നിന്ന് വരുന്ന ആളാണ്. അതെയോ? കൈഫ തറഖ്ത അഖി മുഹമ്മദ് ഇബ്നു ഹജ്ജാജ്, എന്റെ സഹോദരൻ മുഹമ്മദ് ഇബ്നു ഹജ്ജാജ് ആണ് യമനിന്റെ ഭരണാധികാരി. എന്താ അവന്റെ വർത്തമാനം? എന്താ, സുഖം തന്നെയല്ലേ? പറഞ്ഞു, തറക്തുഹു അക്കാലൻ ലബ്ബാസൻ ഖറാജൻ വല്ലാജ, ഞാൻ പോരുമ്പോഴേ വെറും തിന്ന് കുടിക്കുക, യാത്ര ചെയ്യുക, മുന്തിയ വസ്ത്രം ധരിക്കുക, അങ്ങനെ ഒരു ആർഭാടത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ പോകുന്നത്. ഇതല്ല എനിക്കറിയേണ്ടത്. എന്താ നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ആരും ചോദിക്കൂല അവിടെ ഹറമില്, പ്രത്യേകിച്ച് ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട്. ഇദ്ദേഹം ചോദിച്ചു, പിന്നെ എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? അസ്അലുക അൻ സീറത്തി, എന്താ അവന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടത്. തറക്തുഹു ളുലൂമൻ മുസീഅൻ ലിൽ മഖ്ലൂഖ് ആസിയൻ ലിൽ ഖാലിഖ്, കടുത്ത അക്രമിയും വഞ്ചകനുമായി മനുഷ്യരെ അനുസരിക്കുകയും അള്ളാഹുവിനെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന. അങ്ങനെ പറയാൻ തുടങ്ങിയപ്പോ കൂടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ നോക്കി, ഇയാളുടെ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചു.
നിനക്ക് എങ്ങനെ ഈ ധൈര്യം വന്നത്? വതഅരിഫു മകാനി മിൻ മുഹമ്മദ്, ഞാനും മുഹമ്മദ് ബിൻ ഹജ്ജാജ് എന്റെ സഹോദരനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയാലോ. എന്റെ സഹോദരനെ പറ്റിയാണ് നിങ്ങൾ ഈ പറയുന്നത്, എങ്ങനെ ഈ ധൈര്യം വന്നു എന്ന് ചോദിച്ചപ്പോ ഈ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരനുമായുള്ള കടപ്പാടും എന്താണോ വിഷയം, അതിനേക്കാളും വലുതാണോ? അത് വലുതല്ലയോ? ഞാനും മക്കാനി മിനല്ലാഹി വഫി ഹറമി, ഞാൻ അള്ളാഹുവിന്റെ ഹറമിലാണോ ഇരിക്കുന്നത്. അള്ളാഹു ഞാനും തമ്മിലുള്ള ബന്ധം നീയും നിന്റെ സഹോദരനുള്ള ബന്ധത്തെക്കാളും വലുതല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ മറുപടി പറയുന്നത്. ഹജ്ജാജ് ബിൻ യൂസുഫ് ഉത്തരം മുട്ടിപ്പോയൊരു സംഭവം ഇതാണ്. തലങ്ങനെ താഴ്ത്തി ഒന്നും പറഞ്ഞില്ല. പൊയ്ക്കോ എന്ന് പറയും മുമ്പ് ഇയാൾ ഇറങ്ങിപ്പോന്ന. അള്ളാഹുവിന്റെ ഹറമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പേടിയെന്ന്. അതാണ്, ഹറമിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ആരെ പേടിക്കാൻ? ഞാൻ എന്റെ റബ്ബുമായുള്ള ബന്ധവും കടപ്പാടും നിങ്ങളും നിങ്ങളുടെ സഹോദരനും തമ്മിലുള്ള കടപ്പാടിനേക്കാളൊക്കെ വലുതല്ലയോ? ഇങ്ങനെ പറഞ്ഞിറങ്ങിയപ്പോ മഹാനായ ത്വാഊസ് ഇബ്നു കൈസാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇന്നി ലഅറ റജുല ഹകീമ, ഇതൊരു വല്ലാത്ത ഹിക്മത്തുള്ള നല്ല അള്ളാഹുവിൽ നിന്ന് ജ്ഞാനം കിട്ടിയ ഒരു മനുഷ്യനായിരിക്കണം ഇയാൾ. അങ്ങനത്തെ ആൾക്ക് ഇങ്ങനെ ധൈര്യപ്പെട്ട് സംസാരിക്കാൻ കഴിയും. ഞാൻ ഇയാളുടെ പിന്നാലെ കൂടി അങ്ങനെ മുസ്ദലിഫയിൽ അയാൾ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അരികത്ത് ചെന്നു. ഇയാൾ എന്താണ് പറയുന്നത് എന്നോർക്കാൻ ഞാൻ അരികത്ത് ചെന്നു. അദ്ദേഹം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ ബിക അഊദു വബിക അലൂദു, അല്ലാഹുമ്മ ജഅൽനി ഫിൽ ലഫഹി ഇലാ ജൂദിക والرضا بضمانك منزوحة عن بخل الباخلين وغنى عما في أيدي المستأثرين اللهم معروفك القديم اللهم فرجك القريب اللهم عادتك الحسنة. എന്നൊരു മഹത്തായ ദുആ. പടച്ചവനെ, അല്ലാഹുവേ, നിന്നിൽ അഭയം ചോദിക്കുന്നു റബ്ബേ, നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ. നിന്റെ ഔദാര്യം ഞങ്ങൾക്ക് കിട്ടിയാൽ, നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലാഹുവേ, ഒരു പിശുക്കന്മാരെ കുറിച്ച് ഞങ്ങൾക്ക് പേടിക്കേണ്ടതില്ല. മനുഷ്യരുടെ കയ്യിലുള്ള ഒന്നിനെക്കുറിച്ച് ഞങ്ങൾക്ക് മോഹവുമില്ല. നീ ഞങ്ങൾക്ക് നിന്റെ ഔദാര്യം തരികയാണ്, അതല്ലേ ഞങ്ങൾക്ക് വേണ്ടത്. പടച്ചവനെ, നീ മുമ്പേ നന്മ ചെയ്യുന്നവനല്ലോ, നീ ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്തവനല്ലയോ പടച്ചവനെ. വആദതകൽ ഹസന, നീ നല്ലതല്ലേ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ളൂ പടച്ചവനെ, അതുകൊണ്ട് എന്നെ സ്വീകരിക്കണേ എന്ന് മുസ്ദലിഫയുടെ മണ്ണിലിരുന്ന് ഈ മനുഷ്യൻ ദുആ ചെയ്യുന്നത് കണ്ടു മഹാനായ ത്വാഊസ് ഇബ്നു കൈസാൻ റഹ്മത്തുള്ളാഹി അലൈഹി. വല്ലാത്തൊരു ദുആയാണ്. അല്ലാഹുമ്മ ബിക അഊദു وبك ألوذ اللهم اجعل لي في اللفه إلى جودك والرضا بضمانك منزوحة عن منع الباخلين وغنى عما في أيدي المستأثرين اللهم فرجك القريب ومعروفك القديم وعادتك الحسنة. പരിശുദ്ധമായ അറഫയും മുസ്ദലിഫയും അരങ്ങേറാൻ പോവുകയാണ് സത്യവിശ്വാസികളെ. അള്ളാഹു വിളിച്ചിരിക്കുകയാണ്. ആ വിളിയാളം സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെയാണ് അള്ളാഹു നൽകിയത്. എന്റെ അരികത്തേക്ക് വരുന്നുണ്ടോ? മൻ അതാനി യംശി അതൈതുഹു ഹർവല, എന്റെ മുമ്പിലേക്ക് ആരെങ്കിലും നടന്നു വന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അള്ളാഹു തആല പറയാണ്, എന്റെ അരികത്തേക്ക് എന്ന് പറയാൻ അള്ളാഹു ഒരു സ്ഥലം അള്ളാഹു തആല ഉദ്ദേശിക്കുകയായിരുന്നുവെങ്കിൽ അത് പരിശുദ്ധമായ ഹറമായിരിക്കണം. അത് മുസ്ദലിഫയാണ്, അത് അറഫയാണ്, അത് മിനയാണ്, പരിശുദ്ധമായ ഹറമാൻ. ഹറമുൽ മക്കി വൽ ഹറമുൽ മദനി, മദീനയിലെയും മക്കയിലെയും ഹറമാൻ. സഫാ മറുവക്കിടയിലുള്ള ഇടങ്ങളാണ്. സംസം കിടക്കുന്ന സ്ഥലമാണ്. മീസാബിന്റെ സ്ഥലമാണ്. മഖാം ഇബ്രാഹിമിന്റെ ഇടമാണ് അലൈഹി സ്വലാത്തു വസ്സലാം. യദുല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, പരിശുദ്ധമായ ഹജറുൽ അസ്വദ് ഒരു രാജാവിനെ നമ്മൾ കണ്ടുമുട്ടാൻ ചെല്ലുമ്പോ, ഒരു വലിയ ഒരു നേതാവിനെ കണ്ടുമുട്ടാൻ ചെല്ലുമ്പോ അവരുടെ കൈ പിടിച്ച് ചുംബിക്കുന്ന പോലെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കരം ചുംബിക്കുന്ന പോലെ നിങ്ങൾ ഹജറുൽ അസ്വദിനെ കാണണം എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അതാനി യംശി, എന്റെ അരികത്തേക്ക് നടന്നു വന്നാൽ. ഹജ്ജിന് പോകുന്ന ആളുകൾ, ഒരുപാട് കാലം കഷ്ടപ്പെട്ടു വരുന്ന ആളുകളുണ്ട്. ഒരുപാട് കാലം എടുത്തു വെച്ച് സ്വരൂപിച്ച് വെച്ച് വലിയ ആഗ്രഹത്തോടുകൂടെ ഒന്ന് കഅബ കണ്ടെങ്കിൽ എന്ന് കൊതിച്ച് ആഗ്രഹം കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. മൻ അതാനി യംശി, നടന്നു വന്നാൽ തന്നെ ഞാൻ അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുമെന്ന് അല്ലാഹു തആല. എന്റെ അരികത്തേക്ക് വന്നില്ലേ, എന്നെ തേടിയല്ലേ അവർ വന്നത്, അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. വമൻ തഖറബ ഇലയ്യ ശിബ്റൻ തഖറബതു ഇലൈഹി ബാഅ, എന്റെ അരികത്തേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ
ഒരു 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 കൈമുഴം ഞാൻ അദ്ദേഹത്തോട്, ആ മനുഷ്യനോട് ഞാൻ അങ്ങോട്ടെടുക്കും. എന്നോട് എത്ര അടുത്തിട്ടുള്ളൂ, ഞാൻ ഒരു മുഴം അങ്ങോട്ട്. അങ്ങനെ ഒരു അടുക്കത്തേക്ക് വന്നാൽ ഞാൻ എന്റെ ഒരു ആം നിറയെ ഞാൻ അത്രയും ദൂരം അവന്റെ അരികത്തേക്ക് അങ്ങോട്ട് ചെല്ലും. അള്ളാഹു കൂടുതൽ അടുക്കുന്നതാണ്. അതാണ് പ്രത്യേകത. അതുകൊണ്ടാണ് ഉലമാ പറയുന്നത്, പരിശുദ്ധമായ ഹജ്ജിന് പോകുന്ന ആളുകളെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കാരണം അവർ ഹജ്ജിന് പോകുമ്പോൾ ഓനൊക്കെ ഞാൻ ഹജ്ജ് ചെയ്തിട്ട് എന്ത് കാര്യമാണ് അതൊന്നും പറയരുത്. വലഅല്ലൽ മുസീഅ യദ്ഖുലുൽ അറഫ فيخرج منه وليا مقربا ويدخلها المتلتخ فيخرج منها كيوم ولدته امه. ഉലമാ പറയാ, അറഫയിലേക്ക് വരുന്ന ഒരാൾ ഒരുപക്ഷെ മുസീഅൻ മുജ്രിമ, വലിയ കുറ്റക്കാരനായി വലിയ ക്രിമിനലായിട്ട് വരുന്നുണ്ടാവും. ചിലപ്പോൾ ഹജ്ജിന് വരുമ്പോ സർവ്വ തെറ്റും ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാ വരുന്നത്. പക്ഷേ യഖ്റുജു മിൻഹാ വലിയൻ മുഖറബ, അറഫയിൽ ഒരു സെക്കൻഡ് നിന്നാൽ മതി. ഒരു സെക്കൻഡ് നിന്നാൽ തന്നെ ഹജ്ജ് കിട്ടും. അൽ ഹജ്ജു അറഫ. അല്ലെ, ഹജ്ജിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്താണ്? അറഫയാണ്. അറഫയിൽ നിൽക്കേണ്ടത് വലൗ ലഹ്ള, സെക്കൻഡ് മദീന. അതിന്റെ മീരൂടെ ഒന്ന് ഫ്ലൈറ്റിൽ പറഞ്ഞാലും മതി. ആ സമയത്ത് ആംബുലൻസിലെ രോഗികളൊക്കെ ആംബുലൻസ് കൊണ്ടുവരും. വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികൾ ആ സൗകര്യമുള്ള ആംബുലൻസിലൂടെ കൊണ്ടുവന്ന് നിർത്തും, ആ വർഷത്തെ ഹജ്ജ് കിട്ടാൻ വേണ്ടിയിട്ട്. അൽ ഹജ്ജു അറഫ. ആ അറഫയിൽ കയറി ഇറങ്ങുന്ന മനുഷ്യൻ, കുറ്റവാളിയും ക്രിമിനലുമായി വരുന്ന ആളുകൾ ഒരുപക്ഷെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അള്ളാഹുവിന്റെ വലിയായിരിക്കുന്ന ചില ആളുകൾക്ക് അങ്ങനെയാണ്. കാരണം ഈമാനിന്റെയും ഹിദായത്തിന്റെയും വെളിച്ചം അത്യപൂർവമായൊരു അത്ഭുതമാണ്. അത് ചില ആളുകൾക്ക് വളരെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ കഴിയും, പെട്ടെന്ന് എടുക്കാൻ പറ്റും. ചില ആളുകൾക്ക് വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. ചില ആളുകൾക്ക് ഒരുപാട് കാലെടുക്കൊരു മാറ്റം ഉണ്ടാകാൻ ഒരുപാട് കാലം സംശയിച്ചങ്ങനെ നടന്ന് അവസാനം സക്രാത്തിന്റെ 2 മണിക്കൂർ മുമ്പൊക്കെ ചിലർക്ക് യഖീന് കിട്ടുള്ളൂ. ചില ആളുകൾക്ക് ജീവിതത്തിൽ ആകെ സംശയമായി ജീവിച്ച് അവസാനത്തെ ഏതെങ്കിലും കുറച്ച് കാലം ഒന്ന് ഉറപ്പിച്ചിട്ട് ഇത് ഞാൻ നിൽക്കുന്നത് തന്നെയാണ് ശരി എന്ന് ബോധ്യപ്പെടാൻ ഒരുപാട്. ചിലർക്ക് വളരെ പെട്ടെന്ന് ഈമാനിന്റെ വെളിച്ചങ്ങ് കടക്കും. ഫയദ്ഖുലുഹ, അവിടെ കടക്കുമ്പോ അറഫയിലേക്ക് വരുന്ന ചില ആളുകൾ മുതലത്തിഹൻ, ചളിപുരണ്ട് പാപങ്ങളുടെ ചളിപുരണ്ട് കടന്നു വരുന്ന ആളുകളുണ്ട്. ഫയഖ്റുജു മിൻഹാ കയൗമ വലദതുഹു ഉമ്മു, ഉമ്മ പ്രസവിച്ച അന്നത്തെ പോലെ ശുദ്ധനായി കഴിഞ്ഞു പോകുന്ന, അവിടെ നിറങ്ങിപ്പോകുന്നവരുണ്ട്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും വജഅലിൽ ഹാജ്ജീന മിന്നാ മിൻഹും യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഹജ്ജിന് പോയ ആളുകൾ, ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ, നമ്മളെല്ലാവരെയും അല്ലാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. അല്ലാഹു വിളിച്ചിരിക്കുകയാണ്, വരിൻ. ആ വിളിക്ക് നിങ്ങൾ വല്ല ഉത്തരം നടന്നു വന്നാൽ ഞാൻ ഓടി വരും നിങ്ങളുടെ അടുത്തേക്ക്. ഒരു ചാണെടുത്താൽ ഒരു മുഴം ഞാൻ നിങ്ങളുടേക്ക് അടുക്കുകയാണ്. ومن أتاني إذا أتاني بقراب الأرض خطيئة أتيتها بقرابها مغفرة. അല്ലാഹുവിന്റെ കാരുണ്യം നമ്മൾ ഓർക്കണം. ഭൂമി നിറയെ പാപങ്ങളുമായി എന്റെ അരികത്തേക്ക് വന്നാൽ, ഭൂമി നിറയെ, ഒരു കൊട്ട നിറയെ എന്നല്ല പറഞ്ഞത്, റൂം നിറയെ എന്നല്ല, ഭൂമി നിറയെ പാപങ്ങളുമായി വന്നു. അങ്ങനെയൊക്കെ പാപം ചെയ്തു എന്ന് തോന്നുന്ന ആരെങ്കിലുമൊക്കെ ശാസ്ത്രീകരിക്കുന്നുണ്ടോ? ഉണ്ടാവില്ല. പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, തെറ്റ് ചെയ്യാത്തവർ. ആരാണ് ഇപ്പൊ തെറ്റ് ചെയ്യാത്തവരാരാണ്? പാപങ്ങളില്ലാത്തവരാരാണ്? നമ്മൾ നിരാശപ്പെട്ടു പോവല്ലേ. അള്ളാഹു താല നമുക്ക് പുറത്തു തരട്ടെ. അതിനവസരം അള്ളാഹു ചിലപ്പോ നമ്മൾ നിൽക്കുന്ന നാട്ടിൽ തന്നിട്ടുണ്ടാവാം. പക്ഷേ ഹറമിൽ നിൽക്കുന്നത് ഗ്യാരണ്ടിയാണ്, അത് ഉറപ്പാണ്. ഹറമിലേക്ക് അള്ള വിളിച്ചു, എന്റെ അരികത്തേക്ക് വന്നു, അല്ലേ, ഞാൻ കൊടുക്കുകയാണ്. ഭൂമി നിറയെ തെറ്റുകളുമായിട്ടാ വന്നത്, എന്നിട്ട് എന്നെ സമീപിച്ചു. എന്നാൽ ആ പാപം, ഭൂമി നിറയെ പാപമല്ലേ അവൻ കൊണ്ടുവന്നത്, ഞാൻ ഭൂമി നിറയെ മഗ്ഫിറത്ത് അവന് പകരം കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയൊക്കെ ഏത് റബ്ബാണ് പറയാ? ആർക്കാണ് ഇങ്ങനെ പറയാൻ കഴിയുക? ഭൂമി നിറയെ പാപങ്ങളുമായി വന്നു. ഭൂമി നിറയെ തെറ്റല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്നർത്ഥം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അറഫയിൽ നിൽക്കുമ്പോ അന്നവിടെ ഒരു മനുഷ്യൻ കാലിൽ മുട്ടുകുത്തി എഴഞ്ഞിങ്ങനെ നടക്കുന്നത് കാണുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മുട്ടുകുത്തി ഇങ്ങനെ നടക്കുകയാണ് അറഫയിൽ മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ ഓർക്കണം, അറഫയുടെ മണ്ണ് നമ്മുടെ ദുബൈ ഡെസേർട്ട് പോലെ നല്ല സോഫ്റ്റ് മണലല്ല.
നല്ല ഉറപ്പുള്ള കല്ലുകളാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ ആ ഭാഗങ്ങളിലുള്ള മദീന വരേക്കുമുള്ള ആ ഭൂപ്രകൃതം തന്നെ ഇച്ചിരി ഹാർഡാണ്, വളരെ ഹാർഡാണ്. ശരിക്ക് ഷാർപ്പ് റോക്കുകളാണ്. ശരിക്ക് കല്ലുകളൊക്കെ കുപ്പിച്ചില്ല് പോലെ മൂർച്ചയുള്ള കല്ലുകൾ അല്ലേ. നല്ല ചൂടുള്ള പ്രദേശം. അവിടെയാണ് കാലിൽ മുട്ടുകുത്തി എഴഞ്ഞിങ്ങനെ നടക്കുന്നതൊരു മനുഷ്യൻ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, യാ റബ്ബ്, നിന്റെ പരിശുദ്ധമായ അറഫയിൽ നിനക്ക് വേണ്ടി മണ്ണിൽ കാൽമുട്ട് ഇഴഞ്ഞു നടക്കുന്ന ഈ മനുഷ്യൻ, അള്ളാഹുവേ, നിന്റെ അരികത്തേക്ക് ഇത്രയും തൗബയും പശ്ചാത്താപമുള്ളൊരു മനുഷ്യനായിരിക്കുമല്ലോ, ഞാനൊന്ന് പോയി കാണട്ടെ. ചെന്ന് നോക്കുമ്പോൾ ഫഇദാ ഹുവ സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി. നോക്കുമ്പോൾ മഹാനായ സുഫിയാനു സൗരി തങ്ങളാണ്. എന്റെ കണ്ണുകൾ നനഞ്ഞുപോയി. അബ്ദുല്ലാഹി മുബാറക് എന്നൊരു പറയാൻ വലിയൊരു മഹാപണ്ഡിതൻ, ലോകപ്രശസ്തനായ ആലിം, ലക്ഷക്കണക്കിന് ശിഷ്യന്മാരെ അവർക്ക് തഖ്വയും ഇൽമും പറഞ്ഞു കൊടുത്ത മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ അങ്ങനെ കാൽമുട്ടിൽ എഴഞ്ഞിങ്ങനെ കിടക്കുകയാണ്. അവിടെ കണ്ണിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. എന്റെ കണ്ണുകൾ നനഞ്ഞു. ഞാൻ ചോദിച്ചു എന്നെ കണ്ടപ്പോ മഹാനായ സുഫിയാൻ സൗരിക്ക് എന്നെ അറിഞ്ഞു. എന്നോട് ചോദിച്ചു, മാ ശഅനുക്, എന്തുണ്ട് വിഷയം, എന്താണ് വിവരം, എന്താണ് വിശേഷം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മൻ അസ്വഉ ഹാദൽ ജംഇ ഹാല, മൻ അസ്വഉ ഹാദൽ ജംഇ ഹാല, ഈ ആൾക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട ആൾ ആരായിരിക്കും? ഇവിടെ ഏറ്റവും വലിയ പരാജയപ്പെട്ട ആൾ? മൻ അസ്വഉ അഹ്ലിൽ ജംഇ ഹാല. അപ്പൊ പറഞ്ഞു, അല്ലദീ യദുന്നു അന്നല്ലാഹ ലാ യഗ്ഫിറു ലഹു, ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നിട്ട് അല്ലാഹു തആല എനിക്ക് പുറത്തു തരികയില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് തോന്നുകയാണ് എനിക്ക് അള്ളാഹു പുറത്തു തരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവരാണ് ഈ ആൾക്കൂട്ടത്തിലെ ഏറ്റവും വലിയ പരാജയപ്പെട്ട ആളെന്ന് മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോ പാപമോചനം ഉറപ്പിച്ചു ചെല്ലേണ്ട ഒരു സമയം നമ്മുടെ മുമ്പിലേക്കും ഈ വരുന്ന അറഫയുടെ ദിനം ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വർഷത്തെ കണക്ക് പ്രകാരം ഞായറാഴ്ച ദിവസം സമാഗതമാവുകയാണ് അല്ലെ. അറഫയുടെ നോമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് തുകഫിറു സന അൽ മാദിയത വൽ മുഖ്ബില, വരാനുള്ളതും കഴിഞ്ഞുപോയതുമായ ഒരു കൊല്ലത്തെ പാപം നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരുമെന്ന് പറഞ്ഞ വളരെ പരിശുദ്ധമായ മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹു തആലക്ക് ഇത്രമേൽ സൽക്കർമ്മങ്ങൾ ഇഷ്ടമുള്ള വേറെ ദിവസങ്ങളില്ല. മിൻ അയ്യാമി ദിൽഹിജ്ജ, ദിൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളെക്കാളും ശ്രേഷ്ഠമായ വേറൊരു ദിവസം ഇല്ലത്രേ. والفجر وليال عشر والشفع والوتر والليل إذا يسر. والفجر, പ്രഭാതത്തെ തന്നെയാണ് സത്യം, അത് പെരുന്നാളിന്റെ രാവിലെ തന്നെയാണ് സത്യമെന്നാണ്. വലയാലിൻ അശ്ർ, 10 രാവുകളെ തന്നെയാണ് സത്യം. മഹാനായ മുഹമ്മദ് ഇബ്നു ജരീർ അത്ബരി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിമ, ഇവരെ പോലുള്ള മുഫസ്സിരീങ്ങളൊക്കെ പറയുന്നത് അയ്യാമുൽ അശ്രി ദിൽഹിജ്ജ, ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. വലയാലിൻ അശ്രിൻ, 10 ദിവസങ്ങൾ എന്നർത്ഥം വരുന്ന ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് നമ്മൾ ഈ നിൽക്കുന്ന ഈ സമയങ്ങളാണ്. ഇത് ഈ കാലത്ത് നമ്മൾ ചെയ്യുന്ന അമലിനേക്കാളും ശ്രേഷ്ഠമായ അമലുകളില്ല. ആ 10 ദിവസം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അല്ലാഹു നമുക്ക് ആയുസ് തന്നു, നമ്മളിപ്പോ ആ ദിവസത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ റമളാനിന്റെ 10 ദിവസമോ അവസാനത്തെ 10 അത് ശ്രേഷ്ഠമല്ലയോ? ശ്രേഷ്ഠം തന്നെയാണ്. പക്ഷെ റമളാനിന്റെ 10 രാവുകൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. പക്ഷേ റമളാനിന്റെ 10 പകലിനേക്കാളും ശ്രേഷ്ഠമാണത്രേ ദുൽഹിജ്ജയുടെ ഈ പകല്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പകൽ ശരിക്കും ഉപയോഗപ്പെടുത്തണം. നോമ്പനുഷ്ഠിച്ചിട്ടോ ഖുർആൻ ഓതിയിട്ടോ ദിക്റുകൾ ചൊല്ലിയിട്ടോ നമ്മുടെ പാപമോചനം മഗ്ഫിറത്ത് ചോദിച്ചിട്ടോ പാപമോചനം കിട്ടാനും ജീവിതത്തിലെ മുസീബത്തുകൾ ഇല്ലാതെയാവാനും പ്രയാസങ്ങൾ നീങ്ങിപ്പോവാനും അള്ളാഹുവിന്റെ വജ്ഹുദ്ദേശിച്ച് ദാനധർമ്മം ചെയ്തുകൊണ്ടോ ഈ 10 ദിവസങ്ങൾ ഇൻഷാ അള്ളാഹ് നമുക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞാൽ വലിയ ഭാഗ്യവാന്മാരാണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാനുണ്ടാവും ജീവിതത്തിൽ. ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ വിഷയമായിരിക്കും. ചിലർക്ക് ജമാഅത്തായിട്ട് നിസ്കാരം കിട്ടുന്നുണ്ടാവില്ല, ചിലർക്ക് സുബഹി നിസ്കാരം കിട്ടുന്നുണ്ടാവും, ചിലർക്ക് കിട്ടുന്നുണ്ടാവും പക്ഷെ ജമാഅത്ത് കിട്ടുന്നില്ല, ചിലർക്ക് അവസാന മൊമെന്റിലാണ് കിട്ടുന്നത്. ഇങ്ങനെ ഓരോരോ നമ്മുടെ വിഷയം എന്താണ് നമ്മൾ പഠിക്കുക, അത് നമ്മൾ ഫിക്സ് ചെയ്യുക. ഈ 10 ദിവസം ഞാൻ അത് ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചു, എന്നാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എളുപ്പമാവും.
അതുകൊണ്ട് ഇവിടെ ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെക്കാളും അള്ളാഹ് ഇഷ്ടമുള്ളൊരു നേരമില്ലത്രേ. ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ്. അള്ളാഹു താല സ്വീകരിക്കട്ടെ. നമുക്ക് ഒരിക്കലൂടെ ജീവിതത്തിൽ ഇതിന് അള്ളാഹു അവസരം തന്നില്ലയോ? താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും നിങ്ങൾ ഇടക്കിടക്ക് ചെയ്യണം. ഫഇന്നഹുമാ യൻഫിയാനിൽ ഫഖറ വദ്ദുനൂബ കമാ യൻഫിൽ കീറു ഖബസൽ ഹദീദ് വൽ ഫിദ്ദ വദ്ദഹബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടക്കിടക്ക് ഹജ്ജും ഉംറയും ചെയ്യാം സൗകര്യമുള്ള ആളുകൾ. താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ. പക്ഷെ ഹജ്ജ് 5 കൊല്ലത്തിന് ഇടയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അല്ലെ സൗദി ഗവൺമെന്റിന്റെ നിയമമുണ്ട്. അത് വരാനൊരു കാരണമുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഇന്നല്ലാഹ യഖൂൽ, അല്ലാഹു തആല പറയും, ഇന്ന അബ്ദൻ അസ്ഹഹ്തു ലഹു ജിസ്മഹു വവസ്സഅതു അലൈഹി ഫീ മഈശതിഹി തമുറു അലൈഹി 5 അഅവാമിൻ ലാ യഫിദു ഇലയ്യ ലമഹ്റൂം. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഇന്ന അബ്ദൻ, ഒരാൾ, അസ്ഹഹ്തു ലഹു ജിസ്മ, ശരീരത്തിന് നമ്മൾ ആരോഗ്യം കൊടുത്തു. അല്ലാഹു തആല ആരോഗ്യം തന്നു, നല്ല ആരോഗ്യമുണ്ട്, കുഴപ്പമൊന്നുമില്ല. വവസ്സഅതു അലൈഹി ഫിൽ മഈശ, ജീവിക്കാനുള്ള സൗകര്യങ്ങളും അല്ലാഹു തആല കൊടുത്തു. ജോലിയുണ്ട്, കച്ചവടമുണ്ട്, ഏർപ്പാടുണ്ട്, ശമ്പളമുണ്ട്, അതും കൊടുത്തു. ഇതൊന്നും ഇല്ലാത്തവരെ പറ്റിയല്ല. സൗകര്യം അല്ലാഹു കൊടുത്തു, ആരോഗ്യം കൊടുത്തു. തമുറു അലൈഹി 5 അഅവാം, 5 വർഷം ജീവിതത്തിലൂടെ കഴിഞ്ഞു പോകുന്നു. ലാ യഫിദു ഇലയ്യ, ഈ 5 കൊല്ലത്തിനിടയ്ക്ക് എന്നെ കാണാൻ വന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഹറമിലേക്ക് വന്നില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ അടുത്തേക്ക് ഓടുക എന്നതിനൊക്കെ ഹറമിലേക്ക് പോകുന്ന ഓട്ടത്തിന് പ്രത്യേക അർത്ഥമുണ്ട്. എന്റെ അരികത്തേക്ക് 5 കൊല്ലത്തിനിടക്ക് വന്നില്ല. ലാ യഫിദു ഇലയ്യ, അള്ളാഹു എല്ലായിടത്തും ഉള്ളവനാണ്. ബിഇൽമിഹി വഖുദ്റതിഹി വറഹ്മതിഹി, അള്ളാഹുവിന്റെ കരുണയാൽ, അവന്റെ ഖുദ്റത്തിനാൽ, അവന്റെ ഇൽമിനാൽ അള്ളാഹു എല്ലായിടത്തുമുണ്ട്. പക്ഷേ അള്ളാഹു തആല ഒരു പർട്ടിക്കുലർ സ്ഥലം നമുക്ക് നിശ്ചയിച്ചിരിക്കുക. നിങ്ങൾ അവിടെ വന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ ഇഷ്ടമാണ്. 5 കൊല്ലം കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നില്ലെങ്കിൽ ലമഹ്റൂം, അവൻ എന്റെ റഹ്മത്ത് നിഷേധിക്കപ്പെട്ട ആളാണെന്ന് അള്ളാഹു പറയുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കിവിടെ ഫ്രണ്ടിൽ ഇരിക്കാൻ സൗകര്യമുണ്ട്, നിൽക്കുന്നവര് ഇവിടെ പായുണ്ട്, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇവിടെ ഇരിക്കാം. അപ്പോ ഇന്ന അബ്ദൻ അസ്ഹഹ്തു ലഹു ജിസ്മ, അള്ളാഹുവിനോട് നമ്മൾ ആഫിയത്തിനെ ചോദിക്കുക. അള്ളാഹു നമുക്ക് ആരോഗ്യം തരട്ടെ. ജീവിതത്തിൽ വലിയ ആവശ്യം ആഫിയത്താണ്. ഹജ്ജ് എന്ന് പറയുന്ന ആ അമലിന് പ്രത്യേകിച്ചും ആഫിയത്ത് വേണം. അല്ലെ, നടക്കണ്ട കുറെ മിനായിലേക്ക്, മുസ്ദലിഫയിലേക്ക്, അറഫയിലേക്ക്, മക്കായിലേക്ക് ചിലപ്പോൾ നടത്തത്തോട് നടത്തം തന്നെയായിരിക്കും. അവിടെ എത്തുമ്പോ എന്തെന്നില്ലാത്ത ഒരു ആവേശം കാണും. ചിലപ്പോ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് പോകുന്ന ഉമ്മൂമ്മമാരൊക്കെ, വലിയ പ്രായം ചെന്ന ആളുകൾ, നമ്മൾ വിചാരിക്കും എങ്ങനെ റബ്ബേ ഉമ്മ ഫ്ലൈറ്റിന്റെ കോണി പിടിച്ചിട്ട് എങ്ങനെ ഇറങ്ങാന്നൊക്കെ നമ്മൾ വിചാരിക്കും. ആ ഉമ്മ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മക്കയിലേക്ക് എത്തിയിട്ട് തവാഫും സഅയും തവാഫും മുസ്ദലിഫയിലും ജമറകളിലും മിനയിലും അറഫയിലും ആവേശത്തോടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ആൾക്കാർ പറയും, റബ്ബേ ഞാൻ ഉമ്മ എന്താവുമെന്ന് പേടിച്ചിരുന്നു, പക്ഷെ എന്റെ ഉമ്മക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. എന്റെ കാരണം എന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുലേക്ക് ഖൽബ് കൊണ്ട് അടുത്തപ്പോ അള്ളാഹു തആല ഇങ്ങോട്ടടുത്തു. ആ അടുക്കുമ്പോ പിന്നെ കുന്തു സമഅഹു അല്ലദി യസ്മഉ ബിഹി വരിജലഹു അല്ലതി യംശി ബിഹാ, പിന്നെ നടക്കണ കാലിൽ ഞാനുണ്ട്, കാണുന്ന കണ്ണിൽ ഞാനുണ്ട്, കേൾക്കുന്ന കാതിൽ ഞാനുണ്ട്, തൊടുന്ന പിടിക്കുന്ന കയ്യിൽ ഞാനുണ്ട് എന്ന് അള്ളാഹു തആല പറഞ്ഞവന്റെ മുഖറബീങ്ങളിൽ പെടും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും ഇടക്കിടക്ക് ചെയ്യുക. 5 വർഷത്തിനിടക്ക് നിർബന്ധമായിട്ടും ചെയ്യണം. ആരൊക്കെ? ആരോഗ്യമുള്ളവര്, അലൈഹി ഫീ മഈശതി, അള്ളാഹു ജീവിക്കാൻ സൗകര്യം തന്നവര്. ബുദ്ധിമുട്ടാണ്, കടബാധ്യതകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് ഈ നിയമം ബാധകമല്ല. അവർ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിഷേധിക്കപ്പെടുന്നവരും അല്ല. ആരോഗ്യമുണ്ട്, സൗകര്യമൊക്കെ ഉണ്ട്, എന്നാൽ എന്റെ ഹറമിലേക്ക് 5 കൊല്ലത്തിലൊരിക്കൽ എന്നെ കാണാൻ വരണം എന്ന് ഒരു ഉമ്മയോ ഒരു വാപ്പയോ പറയുന്ന പോലെ, ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന പോലെ, മോനെ കാണാൻ കൊതിയാവുന്നെന്ന് പറയുമ്പോൾ ചെന്നു നോക്കാൻ തോന്നൂലേ? ആ വരവ്, അങ്ങനെ ഒരു വിളി അള്ളാഹു നമ്മളൊക്കെ വിളിച്ചിരിക്കുകയാണ്. അത് ഹറമുക്ക് തന്നെ പോണം. മക്കയുടെ പുണ്യവും മക്കയുടെ മഹത്വവും എടുത്തു കാണിക്കാൻ അള്ളാഹു തആല തീരുമാനിച്ച വലിയൊരു സംഭവമാണ് പരിശുദ്ധമായ ഹജ്ജ്. അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇൻഷാ അല്ലാഹ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പരിശുദ്ധ ഹബീബായ തങ്ങൾ
നടക്കുകയും തങ്ങൾ തൊടുകയും തങ്ങൾ സ്പർശിക്കുകയും ചെയ്ത ഇടങ്ങൾ ഹജ്ജിൽ നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധമായ ജബലുർ റഹ്മ, അറഫയിൽ നിൽക്കുന്ന ജബലുർ റഹ്മ, അവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ അന്ത്യപ്രഭാഷണം, അവിടുത്തെ അൽ ഹജ്ജത്തുൽ വദാഇലെ അൽ ഖുത്ബത്തുൽ വദാ, അവിടുത്തെ ഫെയർവെൽ സെറമണി അല്ലെങ്കിൽ ഫെയർവെൽ സ്പീച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് ജബലുർ റഹ്മ എന്നൊരു കുന്നിന്റെ മുകളിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഹജ്ജ് ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്തിനെ കൂടെ കൂട്ടുകയുണ്ടായി. പരിശുദ്ധമായ ഹറമിലേക്ക് കടന്നു വന്നു അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങോട്ട് വരുന്ന രംഗത്ത് മഹാനായ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെയുണ്ട്. തങ്ങളാണ് ഫദ്ൽ ഇബ്നു അബ്ബാസ് എന്നവര്. തങ്ങളാണ് നല്ല കാണാൻ ഭംഗിയുള്ള സുമുഖനായ ചെറുപ്പക്കാരനാണ്. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ഒട്ടകപ്പുറത്ത് ചെറിയ പ്രായക്കാരനായ തങ്ങളൂട്ടിയാണ്. ടീനേജറായിരുന്നു, ചെറിയ പ്രായമായിരുന്നു. കൂടെയുണ്ട്. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് വന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹജ്ജിന്റെ ചില മസ്അലകൾ ചോദിക്കുന്നു. നബിയെ, എന്റെ ഉപ്പ ഹജ്ജ് നിർബന്ധമുള്ള ഉപ്പയായിരുന്നു, ഉപ്പ മരിച്ചുപോയി, ഞാൻ ഉപ്പാക്ക് പകരം ഹജ്ജ് ചെയ്തോട്ടെ എന്ന മസ്അല അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ചെറുപ്പക്കാരി പെണ്ണാണ്. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് തങ്ങളും പരിശുദ്ധമായ അറഫയിലാണ്. നമ്മൾ ആലോചിക്കണം, അറഫ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ അറഫയല്ല. വൈഫൈ സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇബാദത്തിന്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കില്ല. അങ്ങനത്തെ ഒരു ഹജ്ജാണ് നബി തങ്ങളുടെ ഹജ്ജ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 1,23,000 സ്വഹാബികളാണ് അഷ്റഫുൽ ഖൽഖിന്റെ കൂടെയുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്വഹാബത്തിന്റെ കരച്ചിൽ ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഈ ഒരു കൊല്ലം കഴിഞ്ഞാൽ സ്വഹാബികളെ ഇനി ഞാൻ നിങ്ങളെ കണ്ടില്ലെന്ന് വരും കേട്ടോ, ഇതെന്റെ അവസാനത്തെ കാഴ്ചയായിരിക്കും എന്ന് മുത്തനബി തങ്ങൾ പറയുന്നതോടുകൂടെ കൂട്ടക്കരച്ചിൽ നടക്കുന്ന അറഫ. തസ്ബീഹിന്റെയും ദിക്റിന്റെയും ദുആഇന്റെയും മുഖരിതമായ ലക്ഷക്കണക്കിന് ആളുകൾ സമ്മേളിച്ച ആ അറഫയിൽ പാപത്തെ സംബന്ധിച്ച് തെറ്റുകളെക്കുറിച്ച് ആരാണ് ചിന്തിച്ചു പോവുക? ആരും ചിന്തിക്കുക? ആരെങ്കിലും ചിന്തിക്കോ? മുത്തനബി തങ്ങളാണ് കൂടെയുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് നബി തങ്ങൾ ഫദ്ൽ ഇബ്നു അബ്ബാസ് എന്നവർ ആ ചെറുപ്പക്കാരി പെണ്ണിനെ നോക്കുന്നത് കണ്ടപ്പോ തങ്ങൾ പിറകിൽ നിന്ന് ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുഖം തിരിച്ചു കൊടുക്കുന്നു. ചോദ്യം നടക്കുന്നു തങ്ങളോട്. അപ്പൊ അങ്ങോട്ട് നോക്കാൻ ഒരു ഗുരുനാഥനോട് ഒരാൾക്ക് ചോദിക്കാൻ പറ്റും, ഇൽമ പഠിക്കാൻ വേണ്ടി ചോദിക്കാൻ പറ്റും. അതിനൊരു ഗുരുനാഥനും ഒരു പെണ്ണോ ഒരു ശിഷ്യയോ ഒരു അംനുൽ ഫിത്ന, അവിടെ ഒരു ഫിത്നക്ക് സാധ്യതയില്ലാത്ത സുരക്ഷിതമായ ഒരു സ്ഥലമാണെങ്കിൽ അവർക്ക് ചോദിക്കാം, കാര്യങ്ങൾ പഠിക്കാം, ജായിസാണ്, ശറഇൽ കുറ്റകരമല്ല. പക്ഷേ കൂടെയുള്ള മഹാനായ ഫദ്ൽ ഇബ്നു അബ്ബാസ് എന്നവർ അറിയാതെ പാപത്തെക്കുറിച്ച് ആലോചിച്ചിട്ടൊന്നുമല്ല, നിബിതങ്ങളുടെ കൂടെ ബാക്ക് സീറ്റിൽ ഇരിക്കുകയാണ്. ഒട്ടകപ്പുറത്ത് ഖസ്വ എന്ന ഹബീബിന്റെ പരിശുദ്ധമായ ഒട്ടകപ്പുറത്തിരിക്കാൻ തങ്ങളോട് ഒരാൾ സംസാരിക്കുമ്പോൾ അയാളെ ശ്രദ്ധിച്ചു പോകുന്ന പോലെ ആ പെണ്ണിലേക്ക് നോക്കിയപ്പോഴാണ് നിബിതങ്ങൾ മുഖം തിരിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിബിതങ്ങൾ പറഞ്ഞു, റഅയ്തു ശാബ്ബൻ വശാബ്ബ ഫലം അഅ്മൻ അലൈഹിമാ, ഞാനൊരു ചെറുപ്പക്കാരനെയും ഒരു ചെറുപ്പക്കാരിയെയും കണ്ടു. അവർ രണ്ടുപേരെയും കണ്ടപ്പോ എനിക്കവിടെ നിർഭയനായിരിക്കാൻ സാധിച്ചില്ല. അവരിൽ തെറ്റ് സംഭവിക്കുമോ എന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ടാണ് ഞാൻ മുഖം തിരിച്ചു കളഞ്ഞത്. ഫദ്ൽ ഇബ്നു അബ്ബാസ് എന്നവരുടെ മുഖം തിരിച്ചു കൊടുത്തത്. രണ്ടും ചെറുപ്പക്കാരല്ലേ, വേണ്ടാത്തരുതാത്ത ചിന്തകൾ മനസ്സിൽ അണപൊട്ടിയാലോ എന്ന് ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞത് ആ അറഫയിലാണ്, ആ ഹജ്ജിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ഒരു മനുഷ്യനിൽ പൈശാചികമായി ടെംപ്റ്റേഷൻസ് വരാം. അതുകൊണ്ടാണ് മഹദിയായ അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ, അസ്മാ ബീവി അബൂബക്കർ സിദ്ദീഖ് എന്നവരുടെ പ്രിയപ്പെട്ട മോളാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ്, വേറെ ഉമ്മയാണെന്ന് മാത്രം. ആയിഷ ബീവിയുടെ സഹോദരിയാണ് അസ്മാ റളിയല്ലാഹു തആല അൻഹ. അസ്മാ ബീവി പറയാൻ, കുന്നാ നുഗത്തി വുജൂഹന വനഹ്നു ഫിൽ ഇഹ്റാം, ഞങ്ങൾ ഇഹ്റാമിലായിരിക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾക്ക് നിഖാബ് ധരിക്കാൻ പാടില്ല. ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ നിഖാബ്, കണ്ണ് മാത്രം കാണുന്ന മുഖം മറച്ച് കണ്ണ് മാത്രം കാണുന്ന നിഖാബ് ധരിക്കാൻ പാടില്ല, മുഖവും മുൻകൈയും മറക്കാൻ പാടില്ലെന്ന് അങ്ങനെ നിയമമുണ്ടായിരിക്കെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് കുന്നാ നുഗത്തി വുജൂഹന അനിർ റിജാൽ, പുരുഷന്മാർ കാണാതിരിക്കാൻ വേണ്ടി നിഖാബ് കൊണ്ടല്ലെങ്കിലും ഒരു വസ്ത്രം കൊണ്ട് ഞങ്ങൾ മുഖം മറക്കുമായിരുന്നു. പരിശുദ്ധ ഹറമിൽ ഇഹ്റാമിന്റെ സമയത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നുവെന്ന് അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു തആല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവരും ഇഹ്റാമിന്റെയും അള്ളാഹുവിന്റെയും ചിന്തയിലാണ്. എന്നാൽ തന്നെയും അതിനിടയിൽ
മുഖസൗന്ദര്യത്തിലേക്ക് പിശാച് മനുഷ്യന്റെ കണ്ണിനെ വലിച്ചു കൊണ്ടുപോവുകയും അള്ളാഹുവിന്റെ ഹറമിൽ വെച്ച് അരുതാത്തത് ചിന്തിച്ചു പോവുകയും ചെയ്താലോ, അതുകൊണ്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ അതിന് വഴിയാവരുത് എന്ന് വിചാരിച്ച് അഷ്റഫുൽ ഖൽഖിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സിദ്ദീഖ് തങ്ങളുടെ പ്രിയപ്പെട്ട മോൾ അസ്മാ റളിയല്ലാഹു അൻഹാ അവര് പറയാം, ഞങ്ങളൊക്കെ സ്വഹാബിയാത്ത് നബി തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യുമ്പോ ഞങ്ങൾ മുഖം മറച്ചിരുന്നു. അതെങ്ങനെ? നിഖാബ് കൊണ്ട് മറക്കാൻ പാടില്ല. ഒരു വസ്ത്രം, ഒരു തട്ടം മുഖത്തേക്ക് താഴ്ത്തിയിട്ടുകൊണ്ട് ഞങ്ങൾ അച്ചടക്കം ചെയ്തിരുന്നു. അന്നുപോലും അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറയുന്നത് പരിശുദ്ധമായ അല്ലാഹുവിന്റെ പ്രകാശം ഖൽബിലേക്ക് കിട്ടാൻ, ഈമാനിന്റെയും ഹൃദയത്തിന്റെയും വെളിച്ചം ഖൽബിലേക്ക് കിട്ടാൻ, ഇതുപോലെയുള്ള സൂക്ഷ്മത പരിശുദ്ധ ഹറമിലാണെങ്കിൽ പോലും നമ്മൾ കണിശമായും പാലിക്കണം എന്ന് പറയാൻ. അല്ലെങ്കിൽ ഹജ്ജ് കിട്ടും, അന്ന് കുഴപ്പമില്ല, ഹജ്ജ് കിട്ടിയേക്കും. പക്ഷേ ഹറമിലേക്ക് ചെന്ന് അള്ളാഹുവിന്റെ ജനാബുൽ ഹഖിലേക്ക് ചെന്നുകൊണ്ട് തിരിച്ചു വരുമ്പോ ആ ഒരു നൂറാനിയത്ത് നമുക്ക് കിട്ടിയോ ഇല്ലയോ, ആ വെളിച്ചം നമുക്ക് കിട്ടിയോ ഇല്ലയോ, നമ്മുടെ ഖൽബ് എവിടെയായിരുന്നു? പരിപൂർണമായും അള്ളാഹുലേക്ക് കൊടുക്കാൻ മഹാനായ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖം തിരിച്ചു കൊടുക്കുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നത്തെ അറഫയിൽ തങ്ങളുടെ കൂടെയുള്ള ഹജ്ജിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് നബി തങ്ങൾ വരികയാണ് പരിശുദ്ധ മക്കയിലേക്ക്. എല്ലാം കാണിച്ചു കൊടുക്കുന്നു. ഉമറെ, ഇതാണ് മഖാം ഇബ്രാഹിം അലൈഹിസ്സലാം, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് കഅബ പണിയാൻ വേണ്ടി ചെവിട്ടു നിന്നിരുന്ന കല്ല്. ആ കല്ലിൽ മഹാനായ നബിയുടെ 2 കാലിന്റെ അടയാളം പതിഞ്ഞു പോയ ആ കല്ലാണ് ഉമറെ ഇതിനകത്തിരിക്കുന്നത്. ഇവിടെ കാണുന്നത് ആ കല്ലാണ്. മഖാം ഇബ്രാഹിം വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കാൽപാദത്തിന്റെ അടയാളം പതിഞ്ഞ കല്ലിന്റെ പിറകിൽ നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കണം. നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കണം. എവിടെ? ആ കല്ലിന്റെ പിറകിൽ നിന്നിട്ട് മഖാം ഇബ്രാഹിം. നമ്മൾ ചെറിയ മനോഹരമായ ഒരു ഗോൾഡൻ ഒരു മോണിമെന്റ് പോലെ വളരെ മനോഹരമായത് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു കല്ലിലും ഒരു മനുഷ്യന്റെയും പാദം പിടിക്കാറില്ല, അല്ലാഹുവിന്റെ ഔലിയാഇന്റെയും അംബിയാഇന്റെയും ഒഴിച്ച്. അതാണ് അത്ഭുതം. അംബിയാഇന്റെയും ഔലിയാഇന്റെയും പാദങ്ങളല്ലാതെ ഒരു പാറയിലും ഒന്നും ഇവിടെയും പതിഞ്ഞു പോയിട്ടില്ല. മനുഷ്യന് എത്രയേറെ പാറകളും കാടുകളും മലകളും കല്ലുകളും കയറിയിറങ്ങുന്നു കാലുകൊണ്ട്. പക്ഷേ അംബിയാഇന്റെ കാൽ അല്ലാഹു പിടിച്ചു വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സുജൂദ് ചെയ്ത ആ ഒരു മുഖത്തിന്റെ അടയാളമോ മൂക്കോ അല്ലെങ്കിൽ ചുണ്ടുകളുടെ അടയാളമോ അല്ല, മഹാനവറുകൾ ചവിട്ടി നിന്ന കാൽ അല്ലാഹു തആല അവിടെ പിടിച്ചു വെക്കാൻ കാരണം ഒരുപക്ഷെ ഹജ്ജിൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന ശരീരത്തിന്റെ അവയവം കാലായിരിക്കും. ഏറ്റവും കൂടുതൽ നടത്തമാണത്. നാവ് കൊണ്ടൊന്നും പറയാൻ നിർബന്ധമല്ലല്ലോ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് നിർബന്ധമല്ല, സുന്നത്താണ്, കൂലി കിട്ടും പറഞ്ഞാൽ. ഇഹ്റാം നിയ്യത്ത് ഖൽബിൽ വെച്ചാൽ മതി, നാവ് കൊണ്ട് പറയൽ സുന്നത്താണ്. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഒന്നും മിണ്ടൽ സുന്നത്തില്ല, അങ്ങനെ ചെയ്താൽ മതിയൊക്കെ. കാലുകൊണ്ടാണ് അധികവും, നടത്തമാണ്. സഫാ മർവക്കിടയിലുള്ള നടത്തം, കഅബക്ക് ചുറ്റുമുള്ള നടത്തം, അറഫയിലേക്ക് നടക്കുന്നു, മിനായിലേക്ക്, മുസ്ദലിഫയിലേക്ക്, ജംറയിലേക്ക് നടത്തമാണ്. ഇഫാദത്തിന്റെ തവാഫിലേക്ക് നടത്തമാണ്. 4-5 ദിവസങ്ങൾ നിരന്തരമായ നടത്തം. ഇതൊക്കെ കാണുമ്പോൾ റബ്ബേ ഞാൻ കുഴങ്ങിപ്പോയല്ലോ, തളർന്നു പോയല്ലോ പടച്ചവനെ എന്ന് നിങ്ങൾക്ക് തോന്നണ്ട. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. നിങ്ങൾ നടന്നതിനേക്കാളും എമ്പാടും നടന്ന ഒരു നബി നിങ്ങൾക്കും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ നോർത്തേക്കും നിങ്ങൾക്കൊരു സമാധാനം കിട്ടും. സുബ്ഹാനല്ലാഹ്. നിങ്ങളുടെ ക്ഷീണമൊക്കെ മാറിയേക്കും. ഇങ്ങനെയാണല്ലോ, ചെറിയ കടവും പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ അതിലും വലിയ കട, റബ്ബേ എനിക്ക് അത്ര അല്ലല്ലോ എന്ന് സമാധാനം വരും. ചിലപ്പോൾ അവനവന്റെ പ്രയാസം മറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതിലപ്പുറം ഒരാൾക്ക് പ്രയാസം കാണുമ്പോൾ എന്റേതൊന്നും അല്ലല്ലോ. സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരക്കണക്കിന് കിലോമീറ്റർ അള്ളാഹ്ക്ക് നടന്ന കാലാണ്. ആ കാലിന്റെ അടയാളം അല്ലാഹ് പിടിച്ചു വെച്ചിരിക്കുകയാണ്. പിൽക്കാലത്ത് വരുന്ന ആളുകളൊന്ന് ഓർക്കാൻ, തീരെ നടക്കാതെയും തീരെ അള്ളാഹുവിനെ ധ്വാനിക്കാതെയും വരുന്ന ആളുകൾക്ക് വലിയ വലിയ ത്യാഗം തന്നെയാണ് പരിശുദ്ധമായ ഹജ്ജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പരിശുദ്ധമായ കർമ്മത്തിന് വന്നു. ഉമർ റളിയല്ലാഹുവിന്റെ കൈപിടിച്ചുകൊണ്ട് പരിശുദ്ധമായ ഹജ്റുൽ അസ്വദിന്റെ അരികത്തേക്ക് വരികയാണ്. യാ ഉമർ ഹുനാ തുസ്കബുൽ അബറാത്തു യാ ഉമർ. ഉമറേ, ഇവിടെയാണ് കണ്ണുനീർ പൊഴിക്കേണ്ടത്. ഉമറേ, ഈ പരിശുദ്ധമായ ഹജ്റുൽ അസ്വദ് കാണുമ്പോൾ നിങ്ങൾക്ക് കരയാൻ തോന്നുന്നില്ലയോ? സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ബഹുമാനത്തിന്റെയും ആ അശ്രുകണങ്ങൾ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് താഴെ വീഴണം. ഉമറേ, ഇവിടെ കരയണം. ഹുനാ തുസ്കബുൽ അബറാത്തു യാ ഉമർ. ഉമറേ, ഈ ഹജ്റുൽ അസ്വദ് കാണുമ്പോൾ നിങ്ങൾക്ക് സ്വർഗം ഓർമ്മ വരികയില്ലയോ? ഹജ്റുൽ അസ്വദ് കാണുമ്പോൾ ഇത് കൊണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാമിന് ഓർമ്മ വരികയില്ലയോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹജ്റുൽ അസ്വദ് കാണുമ്പോൾ ഏതൊരു പുണ്യ നബിയുടെ കയ്യാലാണോ ആ പരിശുദ്ധമായ കല്ല് പരിശുദ്ധമായ കഅബാലയത്തിൽ
കാബത്തിന്റെ ഭിത്തിയിലേക്ക് എടുത്തു വെച്ചത് ആ കൈകളുടെ ഉടമയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധമായ ചുണ്ടുകൾ ഹജറുൽ അസ്വദിനോട് ചേർത്ത് വെച്ചിട്ട് അവിടെ ചുംബിക്കുകയും, ഉമറേ ഇത് വെളുത്ത നിറമുള്ള കല്ലായിരുന്നു ഉമറേ, പാപികളായ ആളുകൾ മുത്തി മുത്തി പാപം അബ്സോർബ് ചെയ്തിട്ടതിന്റെ നിറം കറുപ്പായി പോയതാണ്. ഹുനാ തുസ്കബുൽ അബറാത്തു യാ ഉമർ, ഇവിടെയാണ് കരയേണ്ടത് ഉമറേ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ ഭൂമിയിലൂടെ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സഫയും മർവയും അവർ കാണുന്നുണ്ട്. അവിടെയാണ് ഹാജർ റളിയല്ലാഹു തആല അൻഹ കുഞ്ഞിന് വെള്ളം അന്വേഷിച്ചുകൊണ്ട് ഓടിയ ഓട്ടം അവിടെയാണ്. ഉലമാ പറയുന്നു, മൻ സഅ ലിറിസ്ഖി അഹ്ലിഹി വവലദിഹി, സ്വന്തം മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനും മക്കൾക്ക് വെള്ളം കുടിപ്പിക്കാനും മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാനും മക്കൾക്ക് താമസമോ പാർപ്പിടമോ ഉണ്ടാക്കി കൊടുക്കാൻ ആരെങ്കിലും അധ്വാനിക്കുകയാണെങ്കിൽ ആ അധ്വാനം ഹാജർ റളിയല്ലാഹു തആല അൻഹ ചെയ്ത അധ്വാനത്തിന് തുല്യമായ പുണ്യം കിട്ടും, നല്ല നിയ്യത്തുണ്ടെങ്കിൽ. ഹാജർ റളിയല്ലാഹു അൻഹ നടന്നത് കുട്ടിക്ക് വെള്ളം കൊടുക്കാനാണ്. അപ്പൊ സ്വന്തം കുടുംബത്തെ പോറ്റാൻ വേണ്ടി യാത്ര ചെയ്തു വരുന്ന പ്രവാസികളായ ആളുകൾ, യാത്ര ചെയ്യുന്ന ആളുകൾ ഒരുപാട് കഠിനാധ്വാനം, ഊണ് ഉറക്കില്ലാതെ അധ്വാനിക്കുന്നു. എന്തിന്? കുടുംബം പോറ്റാൻ. അള്ളാഹുവേ ഇത് ഹലാലായ വഴിയിലായി നീ സ്വീകരിക്കണമേ എന്ന് അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. ആ ഒരു മനസ്സോടുകൂടെ അള്ളാഹുവേ ഇത് എന്റെ കുടുംബത്തിന് ഹലാലായ റിസ്ഖ് അന്വേഷിച്ചുകൊണ്ടുള്ള എന്റെ പരിശ്രമമാണ്, ആ പരിശ്രമം നീ അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ജോലിക്ക് പോവുകയാണ്, നമ്മൾ വിസയിൽ വരികയാണ്, യാത്ര ചെയ്യുകയാണ്, വരുന്നു പോകുന്നു. ഈ യാത്രകൾ കുടുംബത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള യാത്രയാണെങ്കിൽ അതിന് പോലും സഅയിന്റെ പുണ്യമുണ്ട് എന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം സ്വന്തം മോനെ വെള്ളമന്വേഷിച്ച് ഓടിയ ഓട്ടമാണ് ലോകാവസാനം വരെ വരാനുള്ള മുസ്ലിമീങ്ങളോട് അള്ളാഹു ഓടാൻ പറഞ്ഞു. നിങ്ങളും ഓടണം 7 തവണ. ഹാജർ റളിയല്ലാഹു അൻഹ ഓടിയത് സ്വന്തം കുഞ്ഞിനെ സ്നേഹിച്ചുകൊണ്ടാണ്. റളിയല്ലാഹു തആല അൻഹ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടുകൂടെ വാദിൽ അസ്റഖിലേക്ക് പോകുന്നു. വാദിൽ അസ്റഖ് അവിടെ എത്തിയപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, സല്ലല്ലാഹു മാ ഹാദൽ വാദി, ഈ വാദിയുടെ പേരെന്താണ്? ഖാലു ഹാദിഹി വാദിൽ അസ്റഖ് യാ റസൂലല്ലാഹ്, ഇത് വാദിൽ അസ്റഖ് ആണല്ലോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഅന്നി അൻദുറു ഇലാ മൂസ ബിൻ ഇമ്രാൻ. മൂസ ബിൻ ഇമ്രാൻ, ഇമ്രാൻ എന്നവരുടെ മകൻ മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജിന് വേണ്ടി വരുന്നത് ഞാൻ ഇങ്ങനെ എന്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. മുഹ്ബിതൻ ലഹു ജുആറുൻ ഇലല്ലാഹി ബിത്തക്ബീർ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീയാണ് വലിയവൻ, നീയാണ് വലിയവൻ, നീയാണ് വലിയവൻ എന്ന് ഉറക്കെ പറഞ്ഞ് ഈ കുന്നുകൾ ഇറങ്ങി മൂസ നബി അലൈഹിസ്സലാം നടന്നു വരുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്ന പോലെയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ കൈപിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സനിയായിലേക്ക്, ഒരു ചെറിയ കുന്നിൻപുറം, ചെറിയ കുന്നാണ്. ചോദിച്ചു, മഹാദിഹി സനിയ, ഈ കുന്നിന്റെ പേരെന്താണ്? ഖാലു സനിയതു കദാ വകദാ, അതിന്റെ പേര് പറഞ്ഞു കൊടുത്തു. കഅന്നി അൻദുറു ഇലാ യൂനുസ് ഇബ്നു മത്ത, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം, മത്ത എന്നവരുടെ മകനായ പുത്രനായ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ. അവർ ഹജ്ജിന് വരുന്നത് ഞാൻ ഓർക്കുന്നു നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസാ നബി ഹജ്ജിന് വന്നത് ഞാൻ ഓർക്കുകയാണ് എന്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ. യൂനുസ് നബി അലൈഹിസ്സലാം ഹജ്ജിന് വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ. അലാ നാഖത്തിൻ ഹംറാ അജഅദ, മുടി ജട പിടിച്ച നല്ല മുടിയുള്ള ഒരൊട്ടകം, പക്ഷേ ചുവപ്പ് നിറമുണ്ടായിരുന്ന ഒട്ടകപ്പുറത്ത്. ഖിസാമുഹാ ലീഫുൻ, ഖിസാമുഹാ ലീഫുൻ, ഈത്തപ്പനയുടെ നാരുകളാൽ ഉണ്ടാക്കിയ മൂക്കുകയർ പിടിച്ച് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ സെനിയായിലൂടെ കടന്നു പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു. വഹുവ യുലബ്ബി, യൂനുസ് നബി പറഞ്ഞിട്ടുണ്ട്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക എന്ന് യൂനുസ് നബി തൽബീത്ത് ചൊല്ലി കടന്നു പോകുന്നത് ഞാൻ കാണുന്നു. വഅലൈഹി ജുബ്ബത്തു സൂഫ്, മഹാനവറുകളുടെ ശരീരത്തിൽ ഒരു രോമത്തിന്റെ, വൂളിന്റെ, എന്താ പറയല്, രോമത്തിന്റെ എന്താ വൂളിനെന്താ പറയാ, എന്താ വൂളിനെന്താ പറയാ, കോട്ടൺ, കമ്പിളിയുടെ ഒരു വസ്ത്രം, ജുബ്ബത്ത് സൂഫ്, കമ്പിളി കൊണ്ടുണ്ടാക്കിയ ഒരു കുപ്പായമണിഞ്ഞ് ചമന്ന ഒട്ടകപ്പുറത്ത്, നല്ല മുടിയുള്ള ഒട്ടകപ്പുറത്ത് തൽബിയത്ത് ചൊല്ലി യൂനുസ് നബി അലൈഹിസ്സലാം ഈ താഴ്വരയിലൂടെ കുന്നിൻപുറം കയറിറങ്ങി പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു. സ്വഹാബ സല്ലല്ലാഹു അലൈഹി വസല്ലം അംബിയാഇന്റെ കാലഘട്ടത്തിലെ ഹജ്ജ് നബി തങ്ങൾ അനുസ്മരിക്കുകയാണ്, സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കാൻ. അവരൊക്കെ ഹജ്ജ് ചെയ്തു, അവരൊക്കെ അത് ചെയ്തു.
അള്ളാഹു നമുക്കത് ചെയ്യാൻ തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതൊരു തൗഫീഖാണ്, അള്ളാഹുവിന്റെ വിളിയാളമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചുവല്ലോ, റബ്ബേ കൈഫ ഉസ്മിഉഹും, പടച്ചവനെ എന്റെ ശബ്ദം അന അബ്ദുൻ ദഈഫുൻ വസൗതി ദഈഫ്, ഞാൻ വളരെ ദുർബലനായ ആളാണ്, എന്റെ ശബ്ദം ദുർബലമാണ്. ഞാൻ ഈ മലയുടെ മുകളിൽ വെച്ചിട്ട് ജനങ്ങളെ ഹജ്ജിന് വരണം എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ എങ്ങനെ കേൾക്കാനാ പടച്ചവനെ? ഇബ്രാഹിം നബി, നിങ്ങൾ പറഞ്ഞോളൂ, വഅലൈനൽ ബലാഗ്, അത് കേൾപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്, നിങ്ങൾ പറയലാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം, നിങ്ങൾ പറഞ്ഞോളൂ എന്ന്. വഅലൈനൽ ബലാഗ്, അത് കേട്ട മുഴുവൻ ആളുകൾക്കും അതിന്റെ ഭാഗ്യമുണ്ട്, അത് ചില്ലറ ഭാഗ്യമല്ല. അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വീകാര്യമായ ഹജ്ജിന് സ്വർഗ്ഗത്തിൽ കുറഞ്ഞ ഒരു പ്രതിഫലവുമില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യുൽ അഅ്മാലി അഫ്ളലു യാ റസൂലല്ലാഹ്, ഇമാം ബുഖാരി തങ്ങൾ ധരിച്ച ഹദീസിൽ കാണാം, ഏതാണ് നബി ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം? ഖാല ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് ചൊല്ലലാണ്, ഷഹാദത്താണ്. പിന്നെ ഏതാണ് നബിയെ? അൽ ജിഹാദു ഫീ സബീലില്ലാഹ്. പിന്നെ ഏതാണ് നബിയെ? അൽ ഹജ്ജുൽ മബ്റൂർ, അള്ളാഹു സ്വീകാര്യോഗ്യമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നമുക്കും നമ്മുടെ നാടുകളിൽ നിന്നും ഇവിടെ നിന്നൊക്കെ ഹജ്ജ് നിയ്യത്ത് ചെയ്തു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പരിശുദ്ധമായ അവസാനത്തെ ഹജ്ജ്, ആ ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുർആനിലെ ശ്രേഷ്ഠമായ ഒരു ആയത്തുമായി വരുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇന്ന് നിങ്ങൾക്ക് നാം ഇസ്ലാം പരിപൂർണമാക്കി തന്നു, എന്റെ അനുഗ്രഹങ്ങൾ സമ്പൂർണമാക്കി തന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം നിങ്ങൾക്ക് ജീവിക്കാനുള്ള മതമായി ഞാൻ പൊരുത്തപ്പെട്ടു തന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ജൂതൻ പറഞ്ഞു, യാ ഉമറു ആയത്തുൻ ഫീ കിതാബിക്കും ലൗ നസലത അലൈനാ മഅശറൽ യഹൂദി ലത്തഖദ്നാഹു ഈദാ, നിങ്ങളുടെ ഖുർആനിലുള്ള ഒരു ആയത്ത് ഞങ്ങൾ ജൂതന്മാർക്കായിരുന്നു ഇറക്കപ്പെട്ടിരുന്നത് എങ്കിൽ ആ ഇറങ്ങിയ ദിവസം ഞങ്ങൾ പെരുന്നാളായി ആഘോഷിക്കുമായിരുന്നു. ഉമർ തങ്ങൾ ചോദിച്ചു, അങ്ങനെ ആയത്തേതാണ്? അങ്ങനെ ആയത്തേതാണ്? പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാം പൂർത്തിയായി, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹുവിന്റെ അനുഗ്രഹം പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ എല്ലാവർക്കും പൈസ കൊടുത്തോ? ഹജ്ജിൽ വന്നവർക്കൊക്കെ എല്ലാവർക്കും പൈസ കിട്ടിയോ? ഇല്ല. അവര് കഷ്ടപ്പാടിലല്ലേ ജീവിച്ചത്? അങ്ങനെയാണ്. പ്രയാസം ഉണ്ടായിട്ടില്ലേ? ഒരുപാട് ചാലഞ്ചസ്. നിബിതങ്ങളുടെ വഫാത്ത് ഒരു 3 മാസം കഴിഞ്ഞ് നടക്കാൻ പോവാൻ. ഈ ഹജ്ജ് കഴിഞ്ഞ് 3 മാസത്തിനകം തങ്ങൾ ലോകത്തോട് വിട പറയാൻ. 63-ാമത്തെ വയസ്സിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ അള്ളാഹു പറയുന്ന വാക്കെന്താണ്? അത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം മുഴുവനും നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നു. അതിന് ഉലമാ പറയാണ്, ലോക മനുഷ്യർക്ക് ഹിദായത്ത് അള്ളാഹു വാരിക്കോരി കൊടുത്ത രംഗമാണ് ഹജ്ജ്. ഹിദായത്ത് വാരിക്കോരി കൊടുത്തു. ഹിജ്റ പോകുമ്പോ ഹബീബിന്റെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ളത് 250 ആളുകളാണ്. ഹിജ്റ പോകുമ്പോ 250. കേവലം 10 കൊല്ലം മുമ്പ് നബി തങ്ങൾ മദീനയിൽ ഹജ്ജ് ചെയ്യുന്നതിന്റെ 10 കൊല്ലം മുമ്പ് തങ്ങളുടെ കൂടെ മദീനയിലേക്ക് നടന്നു വന്ന എത്ര പേർ? 250 പേർ. ഇന്ന് ആ 10 കൊല്ലം കൊണ്ട് നബി തങ്ങളുടെ കൂടെ ഇരിക്കുന്നത് 1,23,000 സഹാബികൾ. ഹജ്ജിന് വന്നവർ മാത്രം, വരാൻ പറ്റാത്തവർ വേറെ. 1,23,000. കാരണം 13 കൊല്ലത്തെ ദഅവത്ത് കൊണ്ട് തങ്ങൾക്ക് കിട്ടിയത് 250 ചില്ലാനം ആളുകളാണ്. 13 കൊല്ലം മക്കയിലെ കഷ്ടപ്പാടുള്ള ജീവിതം. ശേഷമുള്ള 10 കൊല്ലം ലക്ഷക്കണക്കിന് ആളുകൾ. കാന യഅതീഹി, നബി തങ്ങളുടെ അടുത്ത് ഒരാൾ വരും, ഔ ഇസ്നാൻ, 2 ആൾ വരും, നബിയെ ഷഹാദത്ത് ചൊല്ലിത്തരൂ, നബിയെ ഞങ്ങൾക്ക് മുസ്ലിം ആവണം. ഹജ്ജത്തെ വിദാ നടന്നപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? 100 കണക്കിന് നബിയെ, 100 ആളിതാ നബിയെ. സഅദ് തങ്ങൾ പറയാ, നബിയെ ഇതാ എന്റെ കുടുംബക്കാർ 100 പേർ, ബനു അബ്ദുൽ അശ്ഹലിലെ 100 പേരിതാ നബിയെ, അവർക്ക് കലിമ ചൊല്ലി കൊടുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. 100 ആൾ ഒരുമിച്ച് ഷഹാദത്ത്, 200 ആൾ ഒരുമിച്ച്, 600 പേർ ഒരുമിച്ചൊക്കെ ഷഹാദത്ത് ചൊല്ലിയിട്ടുണ്ടെന്നാണ്. ആയിരങ്ങളാ വന്നത്. ആദ്യമൊക്കെ ഒരാൾ 2 ആൾ, അതും എല്ലാവരും കാണാതെ. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഹിദായത്ത് അല്ലാഹു കൊടുത്തതിനെ സംബന്ധിച്ചാ പറയുന്നത്, വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം. ഒരുപാട് ആളുകൾക്ക് ഹിദായത്ത് കിട്ടുന്നത് മറ്റുള്ള ആളുകൾക്ക് അനുഗ്രഹമല്ലയോ? പൈസ കിട്ടണ പോലെയല്ലല്ലോ, അതിലും വലിയ അനുഗ്രഹമല്ലേ ഹിദായത്ത്.
അങ്ങനെ എന്റെ ഹിദായത്ത് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുകയാണ്. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഉമർ തങ്ങൾ പറഞ്ഞു, ആ ജൂതനോട് എനിക്കത് നല്ല ഓർമ്മയുണ്ട്. യൗമ അറഫ വകാന യൗമൽ ജുമുഅ. ആ ആയത്തിറങ്ങിയ ദിവസം അറഫയുടെ നാളാണ്, അത് ഞങ്ങളുടെ പെരുന്നാളാണ്. അത് മാത്രമല്ല, അന്ന് ജുമുഅ ദിവസവുമായിരുന്നു ഈദുൽ ഫുഖറാഇ വൽ മസാകീൻ, അതും പെരുന്നാളാണ്. രണ്ട് പെരുന്നാളിന്റെ സമയത്താണ് ഞങ്ങൾക്ക് ആയത്തിറങ്ങിയതോ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല. അത്രയും വലിയ അള്ളാഹുവിന്റെ പ്രഖ്യാപനം നടന്നത് ഈ അറഫയുടെ വേളയിലാണ്. അവിടെയാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും കണ്ടുമുട്ടിയത്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വ റളിയല്ലാഹു അൻഹ. അവിടെയാണ് അറഫ എന്നതിന് പേര് വെക്കപ്പെട്ടത് എന്ന് ചില ചരിത്ര പണ്ഡിതന്മാർ ഇതിനെ സംബന്ധിച്ച് പറയുന്നു. ആ ഭൂമി നോക്കിയാൽ ഒന്നുമില്ല. അറഫയുടെ തൊട്ടപ്പുറത്താണ് അബാബീൽ എന്ന കൂട്ടമായി എന്ന് ഖുർആൻ പറഞ്ഞ ആ പക്ഷികളെ കൊണ്ട് അല്ലാഹു തആല എറിഞ്ഞോടിച്ച അബ്രഹത്തിന്റെ ആനപ്പടയെ അല്ലാഹു നശിപ്പിച്ചത് ഈ അറഫയുടെ ബോർഡറിലാണ്. അവിടെയാണ് വാദി മുഅസ്സർ കിടക്കുന്നത്. വാദി മുഅസ്സറിലെത്തിയപ്പോഴാണ് പക്ഷികൾ വന്ന് അബ്രഹത്തിന്റെ ആനപ്പടയെ നശിപ്പിച്ചത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം നജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അറഫയിലേക്ക് ചവിട്ടാൻ അല്ലാഹു വിട്ടിട്ടില്ല. അറഫയിലേക്ക് ചവിട്ടാൻ വിട്ടിട്ടില്ല. പിന്നല്ല ഹറമിലേക്ക്, അറഫയിലേക്ക്, എന്നിട്ടല്ലേ അല്ലാഹുവിന്റെ ആ പരിശുദ്ധമായ പള്ളിയിലേക്ക്. അത്രയും പുണ്യമായ സ്ഥലങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹു വെച്ചിരിക്കാൻ. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ലോകമാണ്. അള്ളാഹുവിന്റെ ഹിക്മത്തിൻ യറാഹ, അള്ളാഹുവിന്റെ മാത്രം അറിയുന്ന ചില ഹിക്മത്തുകൾക്ക് അള്ളാഹു ചില പ്രദേശങ്ങളെ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുകയാണ്. 1,23,000 സഹാബികൾ ഹബീബിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോ അതിൽ നിന്ന് 6-7 പേരുടെ മുഖത്തേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണു തെറ്റാതെ നോക്കുകയാണ് ഉണ്ടായത്. ഒരുപാട് നേരം ഒരു യാത്ര വരച്ചിന്റെ നൊമ്പരം അവിടെ കാണാൻ കഴിഞ്ഞു. ഒരു വിടവാങ്ങലിന്റെ തേങ്ങൽ അവിടെ കാണാൻ കഴിയുന്നു. ഹബീബിന്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 23 കൊല്ലം മുത്തനബിയോടുകൂടെ യുദ്ധങ്ങളിലും കഷ്ടപ്പാടിലും, ശഅബ് അബി ത്വാലിബ് എന്ന മലഞ്ചെരുവിൽ 3 കൊല്ലം പച്ചയിലകളും അതുപോലെ ചെടികളും കഴിച്ച് ജീവിച്ച ആ ഒരു 3 കൊല്ലം ഹബീബിന്റെ കൂടെ നിന്ന സ്വഹാബിമാർ, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ തുൽഹത്ത് ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ്, മഹാനായ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ഇവരുടെ മുഖത്തേക്ക് ഇങ്ങനെ തങ്ങൾ നോക്കുകയാണ് സല്ലല്ലാഹു. ഒന്നും പറയുന്നില്ല. തങ്ങൾക്കറിയാം തങ്ങൾ ഇതോടുകൂടെ യാത്ര പറയാം, ഇനി കാണൂല തങ്ങൾക്കറിയാം. അപ്പൊ പഴയ സുഹൃത്തുക്കൾ അങ്ങനെ നോക്കിയതാ. പഴയകാല സുഹൃത്തുക്കൾ, ഒരുപാട് സുഹൃത്തുക്കൾ വേറെ ഉണ്ടായിട്ടുണ്ട് പുതിയത്. പക്ഷെ ആദ്യകാല സുഹൃത്തുക്കളെ തങ്ങൾ ഇങ്ങനെ ഓർക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ നോക്കി വല്ലാത്തൊരു നോട്ടം, സ്നേഹത്തോടുകൂടെ, മനസ്സിൽ എന്തെന്നില്ലാത്ത ഇവരോടൊക്കെ യാത്ര പറഞ്ഞു പോവാണ് ഞാൻ. പക്ഷെ അവരോട് പറഞ്ഞില്ല. ഇങ്ങനെ കണ്ണും ഇങ്ങനെ മറിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും അവരെങ്ങനെ 6-7 പേരെ മാത്രം നിബിതങ്ങൾ 1,23,000 നിന്ന് തെരഞ്ഞുപിടിച്ച് തന്റെ ആദ്യകാല സുഹൃത്തുക്കളെ മുത്തരിവിധങ്ങൾ നോക്കി എന്ന് ഹദീസിൽ കാണാൻ കഴിയും സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പ്രവാസികൾക്ക് ഇത് മാതൃകയാണ്. ഒന്നുകൂടെ ഊന്നി പറയുകയാണ്, ജീവിതത്തിലേക്ക്, നമ്മുടെ പ്രവാസ ജീവിതത്തിലേക്ക് കയറി വരുമ്പോൾ നമ്മെ കൈപിടിച്ചു കൊണ്ടുവന്ന ആളുകളുണ്ടാവും. അന്ന് എയർപോർട്ടിൽ ഇറങ്ങി ആരും കൊണ്ടുവരാനില്ലാത്ത നേരത്ത് ഏതെങ്കിലും ഒരു ടാക്സി വിളിച്ചിട്ടോ ഏതെങ്കിലും സുഹൃത്തിന്റെ വണ്ടി എടുത്തിട്ടോ വരികയും അന്ന് രാത്രി ഒരു ഭക്ഷണം മേടിച്ചു തരികയും റൂമിലേക്ക് വാ, എന്റെ ബെഡിന്റെ താഴെയോ സൈഡിലോ നിലത്തോ ഒരു സ്ഥലം ഞാൻ തരാം, നീ അവിടെ ഉറങ്ങിക്കോ, നിനക്ക് ജോലിക്ക് ഞാൻ എന്റെ മാനേജറോട് പോയി ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ് തന്നെ കൈപിടിച്ചു കൊണ്ടു നടന്ന് ഒരു കരക്കെത്തിക്കാൻ പരിശ്രമിച്ച ഒരുപാട് നല്ല മനുഷ്യന്മാർ നമുക്കിടയിലുണ്ട്. അവരെ മറന്നു പോവല്ലേ, അവരെ മറക്കല്ലേ. ആ കൊണ്ടുവന്ന ആളുകളെക്കാളും ഒരുപക്ഷെ ഈ വന്ന ആൾ വലിയ മുതലാളിയായിട്ടുണ്ടാവും. ചിലപ്പോൾ അയാളുടെ എംപ്ലോയി ആയി ജോലി ചെയ്യുന്നുണ്ടാവും. ആ കൊണ്ടുവന്ന ആളുടെ ജോലിക്കാരനായിരിക്കും അന്ന് കൈപിടിച്ച് നമ്മൾ കൂടെ നടത്തിയ ആൾ. ടൗണും ഇവിടുത്തെ വഴികളും റോഡുകളും കാണിച്ചു തന്ന ആളുകൾ, ഇവിടുത്തെ ഇതാണ് കേട്ടോ അബറ എന്ന് പറഞ്ഞ് ഇവിടുന്ന് തോണി മുറിച്ച് കടന്നതും അങ്ങനെ നടത്തിക്കൊണ്ടുപോയതും, ഇങ്ങനെ ഒരുപാട് ജീവിതത്തിന്റെ ആദ്യാനുഭവങ്ങൾ, തന്റെ കൂടെ നിന്ന ആദ്യ സുഹൃത്തുക്കളെ ചെറിയ പിണക്കമുണ്ടാകുമ്പോഴേക്കും തെറ്റിപ്പിരിയുകയും മരണം വരേക്കും മിണ്ടാത്ത പിണക്കമായി മാറുകയും ചെയ്യുന്ന കാലത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് യാത്ര പറയുമ്പോൾ മാറി മാറി നോക്കിയത് തന്റെ കൂടെ 23 കൊല്ലം തങ്ങളുടെ കൂടെ നിന്ന 6-7 കൂട്ടുകാരെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഇതൊക്കെ അറഫയുടെ ഹജ്ജിന്റെ സന്ദേശങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം. ഓരോ സെക്കൻഡും അറഫയുടേത് സന്ദേശമാണ്. പലതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മുമ്പത്തെ പ്രഭാഷണങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ ടച്ച് ചെയ്യാതെ പോവുകയാണ്, നിങ്ങൾ മനസ്സിലാക്കിയ വിഷയങ്ങളായതുകൊണ്ട്. പക്ഷെ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചോദിച്ചു, അല്ലാഹുമ്മ ഹൽ ബല്ലഗത്. ഇവരെങ്ങനെ നോക്കിയിട്ട് പറയുന്നു, റബ്ബേ നീ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ ഇവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലയോ പടച്ചവനെ. ഖാലു അല്ലാഹുമ്മ നഅം. എല്ലാവരും പറഞ്ഞു, റബ്ബേ നീ സാക്ഷിയാണ്. അല്ലാഹുവേ നഅം, ഉറപ്പാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ എന്ത് ഹബീബിനെ ഏൽപ്പിച്ചുവോ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലാഹുവേ. ഇത് പറഞ്ഞപ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്. റബ്ബേ നീ സാക്ഷി നിൽക്ക് റബ്ബേ. എന്റെ ആളുകൾ പറയുന്നു, നീ എന്നെ ഏൽപ്പിച്ചതെന്തോ അത് ഞാൻ അവർക്ക് എത്തിച്ചു കൊടുത്തു എന്നവർ സാക്ഷി പറഞ്ഞിട്ടിരിക്കുന്നു റബ്ബേ. അതുകൊണ്ട് ഈ പാരാവാരം കണക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിന്ന് ഇറങ്ങുന്നു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് ഗദീർ ഖം എന്ന് പറയുന്നൊരു കുളമുള്ളത്, ചെറിയൊരു കിണറുള്ളത്, ഗദീർ ഖം. അവിടെ എത്തി നിൽക്കുമ്പോൾ തങ്ങൾ പറഞ്ഞു, എല്ലാവരോടും നിൽക്കിൻ, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ പഠിപ്പിച്ചു തരാം. തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ. രണ്ട് കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോവുകയാണ്. രണ്ട് കാര്യം. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ. അത് നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴക്കുകയില്ല, നിങ്ങൾ വഴിപിഴക്കൂല. കാരണം വഴിപിഴക്കാൻ ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ ഇത് രണ്ടും മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിപിഴക്കില്ല. ഒന്ന് കിതാബല്ലാഹ്, ഒന്ന് അള്ളാഹുവിന്റെ ഖുർആനാണ്, പരിശുദ്ധ കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബാണ്. രണ്ടാമത്തേത് വഇസ്റതി, എന്റെ കുടുംബമാണ്, എന്റെ കുടുംബമാണ്, എന്റെ കുടുംബമാണ്. 3 തവണ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദന്മാർ, തങ്ങന്മാർ, ഹബീബിന്റെ കുടുംബം, നിബിതങ്ങളുടെ കുടുംബമായ തങ്ങന്മാർ, സയ്യിദന്മാർ, ഹബീബിന്റെ ചോര സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരീരത്തിലൂടെ ഓടുന്ന ജന്മനാ കിട്ടുന്ന ഒരു മഹത്വം ഒരാൾക്ക് പോലും എത്ര പഠിച്ചാലും കിട്ടാത്ത, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മുത്തുനബിയുടെ പരമ്പരയിൽ ജനിക്കുക എന്ന പുണ്യം കൊണ്ടല്ലാതെ ലഭിക്കാത്ത ആ ഒരു മഹത്വം സയ്യിദന്മാരും തങ്ങന്മാരും നമ്മുടെ നാടുകളിൽ, ഇവിടെയും ലോകത്തെല്ലായിടത്തുമുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ സയ്യിദന്മാർ. ഒരുപക്ഷെ ഫലസ്തീൻ എന്ന രാജ്യത്തുള്ള ആളുകളിൽ 90% സയ്യിദന്മാരായിരിക്കണം എന്നാണ്. അത്രയും അത് എന്തെല്ലാം അവരുടെ സ്വഭാവങ്ങളോ പെരുമാറ്റങ്ങളോ നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ പോലും മുത്തുനബിയുമായി കടപ്പാടോ ബന്ധമോ കുടുംബ ബന്ധമോ ഉള്ള ആളുകളാണ് എന്ന രീതിയിലെങ്കിലും വളരെയധികം ബഹുമാനവും സ്നേഹവും നമ്മൾ അങ്ങോട്ട് കാണിക്കേണ്ടവരാണ്. സയ്യിദന്മാരുടെ കൈ പിടിച്ചു ചുംബിക്കുകയും മുത്തുകയും ആദരിക്കുകയും ചെയ്യുന്നത് ഉമ്മത്തിന്റെ സംസ്കാരമാണ്. മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത് മഹാന്മാരായ സ്വഹാബിമാർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ എന്ന 10 വയസ്സുകാരനായ സയ്യിദായ കുട്ടിയുടെ കൈപിടിച്ച് ചുംബിക്കൂ. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ ഖുർആനും എന്റെ കുടുംബവും എന്റെ തലമുറയും നിങ്ങൾ സംരക്ഷിക്കണേ, അവരെ നിങ്ങൾ നോക്കണേ, അവരെ ബഹുമാനിക്കണമേ. ആ ബഹുമാനമാണ് നമ്മൾ കൊണ്ടു നടക്കുന്ന അള്ളാഹു സയ്യിദന്മാരോടുള്ള ബഹുമാനവും അവിടുത്തെ ഹബീബിന്റെ കുടുംബത്തോടുള്ള ആദരവും നമുക്ക് നമ്മുടെ തലമുറകളിലും അള്ളാഹു നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഗദീർ ഖമ്മിലൂടെ നബി തങ്ങൾ പോവുകയാണ്, സ്വഹാബത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഗദീർ ഖം. അറഫയിലെ ഓരോരോ അനുഭവങ്ങൾ, ഹജ്ജിന്റെ അനുഭവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലൂനി മനാസികക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ സംശയങ്ങൾ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. സലൂനി, ചോദിച്ചോളൂ എന്ന് ഒരുപാട് തവണ വിളിച്ചു പറഞ്ഞ ഹജ്ജാണിത്. തങ്ങൾ ഒരു ഹജ്ജാണ് ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾ പല സംശയം വന്ന് ചോദിക്കുന്നു. ആ സംശയങ്ങളിൽ മിക്കതിന്റെയും മറുപടി ലാ ഹറജ, വിരോധമില്ല, ലാ ഹറജ, കുഴപ്പമില്ല, ലാ ഹറജ, സാരില്ല, ലാ ഹറജ, ലാ ഹറജ, ലാ ഹറജ എന്നായിരുന്നു മുത്തുനബിയുടെ മറുപടികളിൽ അധികവുമെന്ന് മഹാന്മാരായ സ്വഹാബിമാർ ആ അനുഭവത്തെക്കുറിച്ച് പറയുകയാണ്. അവിടുന്ന് ഹജ്ജിന്റെ തഹല്ലുലാകാൻ അവിടുന്ന് മുടിമുണ്ഡനം ചെയ്യുകയാണ്. ആ സമയത്താണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ തലമുടി സ്വീകരിക്കാനും അത് എനിക്ക് വേണമെന്ന് പറഞ്ഞ സ്വഹാബത്ത് പരസ്പരം ഉന്തും തള്ളും കൂടുന്ന സംഭവം പരിശുദ്ധമായ ഹദീസുകളിൽ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ ഹബീബ് വിട പറയുകയാണ്. ഹബീബിന്റെ എന്തെങ്കിലും തിരുശേഷിപ്പുകൾ ഞങ്ങളുടെ കൈകളിൽ വേണം എന്നാഗ്രഹിച്ചുകൊണ്ട് മഹാന്മാരായ സ്വഹാബിമാർ അവിടെ ഉന്തും തള്ളും കൂടിയിട്ടുണ്ട്. വളരെ സുവിദിതമായ വ്യക്തമായ പരിശുദ്ധ ഹദീസുകളിൽ വന്ന സംഭവം. അതൊക്കെ ആ ഒരു യാത്ര പിരിയലിന്റെ പരിശുദ്ധമായ ഹജ്ജ് എന്ന മുത്തുനബി തങ്ങളുടെ കൂടെയുള്ള വലിയൊരു അനുഭവത്തിന്റെ സാക്ഷ്യമായി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സ്വഹാബിമാർ ചെയ്ത വലിയ ത്യാഗമാണ്. മാഷാ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ടെന്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോ പരിശുദ്ധരായ മഹാന്മാരായ അൻസ്വാരികളൊക്കെ കൂട്ടക്കരച്ചിലാണ്. അവര് ചോദിച്ചു, നബി തങ്ങൾ ചോദിച്ചില്ല, എന്തിനാണ് ഈ കരച്ചിൽ?
ഇസ്ലാം പരിപൂർണമാവുകയും അള്ളാഹുവിന്റെ അനുഗ്രഹം അള്ളാഹു പൂർത്തിയാക്കി തന്നു എന്ന് പറയുകയും ചെയ്ത ഈ സദസ്സിൽ വെച്ച് എന്തിനാണ് ഈ കരയുന്നത്? പറഞ്ഞു, നബിയെ, അങ്ങ് മക്കയിൽ തന്നെ തങ്ങുമോ എന്ന് ഞങ്ങൾക്ക് പേടിയാവുന്നു. അങ്ങനെ നാട്ടിൽ തന്നെ നിൽക്കോ, ഇനി ഇങ്ങോട്ട് വരില്ലേ? മദീന അങ്ങയുടെ ജനിച്ച ജന്മനാടല്ലല്ലോ, അങ്ങ് മദീനത്തേക്ക് വരികയില്ലല്ലോ. ഇനി അങ്ങ് മക്ക തന്നെ നിൽക്കൂ. ഇനി എത്ര ദൂരം പോണം ഇവിടുന്ന്? മക്ക സ്വന്തം രാജ്യമാണ്, സ്വന്തം നാടാണ്, ജനിച്ച മണ്ണാണ്. 53 കൊല്ലം നബി തങ്ങൾ താമസിച്ച സ്ഥലമാണ്. അങ്ങനെ 53 കൊല്ലം. നമ്മളൊക്കെ ഫ്ലാറ്റ് മാറുമ്പോൾ 8 കൊല്ലം അവിടെ താമസിച്ച് മാറാനാവണില്ല. നബി തങ്ങൾ 53 കൊല്ലം താമസിച്ച സ്ഥലമാണ് പരിശുദ്ധമായ മക്ക. 53 കൊല്ലം. ആ നാട്ടിൽ നിന്ന് വിട പറഞ്ഞ് അങ്ങനെ മദീനത്തേക്ക് വരുമോ നബിയെ? അതും ബസ്സില്ല, കാറില്ല, ട്രെയിനില്ല, ഫ്ലൈറ്റില്ല, ഒന്നുമില്ല. നടന്നു പോണം, ഒട്ടകപ്പുറത്ത് വളരെ മെല്ലെ മെല്ലെ നടന്നു പോണം. ആഴ്ചകൾ എടുക്കുന്ന യാത്രയാണ്. അങ്ങ് വരുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കരച്ചിലിന്റെ അർത്ഥം അവർക്ക് നബി തങ്ങൾക്ക് മനസ്സിലായി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹമാണ് കൊടുക്കുന്നത്, അങ്ങേയറ്റത്തെ സ്നേഹം, എന്തെന്നില്ലാത്ത കൽബിൽ നിന്ന് കറകളഞ്ഞ സ്നേഹം. ഒന്നും നബിയിൽ നിന്നൊന്നും കിട്ടാൻ പ്രതീക്ഷിച്ചുകൊണ്ടല്ല. മുത്തുനബി ഞങ്ങളുടെ കൂടെ വേണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് നിബിതങ്ങൾ വേണം, നിബിതങ്ങൾ ഞങ്ങൾക്ക് വേണം. ഇത്രയേ അവർ ചിന്തിച്ചിട്ടുള്ളൂ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരികയാണ്, ഞാൻ വരികയാണ് നിങ്ങളുടെ കൂടെ. തങ്ങൾ പറഞ്ഞപ്പോഴുടെ എന്തെന്നില്ലാത്ത സന്തോഷത്തിന്റെ കരച്ചിലാണ് അവിടെ നടന്നത്. അൻസ്വാരികൾ സന്തോഷം കൊണ്ട് കരയാ. നിബിതങ്ങൾ കൂടെ പോരുന്നുണ്ടോലോ, നിബിതങ്ങൾ നമ്മുടെ കൂടെ തന്നെ വരുന്നു, നിബിതങ്ങൾ ഇവിടെ തങ്ങുകയല്ല, നമ്മളോടൊപ്പമുണ്ട്. അങ്ങനെ സ്വന്തം ഉപ്പയും ഉമ്മയും കിടക്കുന്ന നാട്ടിലേക്ക്, മദീനയിലേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നു. അവിടെ നിന്ന് അങ്ങോട്ടൊരു 80 ദിവസമേ ഹബീബിന്റെ ജീവിതത്തിൽ ആയുസ്സുണ്ടായുള്ളൂ. അങ്ങനെയാണ് അവിടെ നിന്ന് വഫാത്ത് നടക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിശുദ്ധമായ അനുഭവമാണ് ഹജ്ജിന്റെ സാക്ഷ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി തങ്ങൾക്ക് പിറകെ വന്ന, ഹജ്ജിന് വന്ന ഒരുപാട് സ്വഹാബിമാർ, അമ്പിയാക്കന്മാർ, അവർക്ക് മുമ്പ് വന്നവർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്ക് ശേഷം വന്ന ഔലിയാക്കന്മാർ, അള്ളാഹുവിന്റെ ആരിഫീങ്ങളും ഉലമാഉം മുഅല്ലിഫീങ്ങളും ഫുഖഹാകളും, ഒരുപാട് പണ്ഡിത ശിരോമണികൾ, മഹത്തുക്കൾ, സാധാരണക്കാരായ ആളുകൾ വേറെ ഒരുപാട് ദൂരങ്ങൾ താണ്ടിയാണ് വരുന്നത് പരിശുദ്ധമായ ഹറമിലേക്ക്. മുഹമ്മദ് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഹറമിൽ നിൽക്കുമ്പോഴാണ് ഒരാൾ വന്ന് ചോദിച്ചു, യാ ഇബ്നു സീരീൻ, ഇബ്നു സീരീൻ തങ്ങൾ പ്രഗത്ഭനായ പണ്ഡിതനാണ്, സ്വപ്ന വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. അപ്പൊ കേട്ടുപരിചയുണ്ട്, ഇദ്ദേഹമാണ് ഇബ്നു സീരീൻ എന്ന് കണ്ടപ്പോൾ ഒരു കാണാൻ കൊതിയായി പോയി. അങ്ങനെ ചോദിച്ചു, ഇബ്നു സീരീൻ മിൻ അയ്യിൽ ബിലാദി അൻത, നിങ്ങൾ എവിടുന്നാ വരുന്നത് എന്ന് ചോദിക്കുന്നു മഹാനായ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹിയോട്. മഹാനവകൾ പറഞ്ഞു, മിൻ ബിലാദിൻ ബഈദ, ഞാൻ ഒരുപാട് ദൂരന്ന് വരികയാണ്, ഒരുപാട് ദൂരന്ന് വരികയാണ്. എവിടുന്നാ? മിനൽ ഇറാഖ്, ഞാൻ ഇറാഖിൽ നിന്ന് വരികയാണ്. ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് നല്ല ദൂരമുണ്ട്, ഒരുപാട് ദൂരമുണ്ട്. ഒരു 10,000-3000 കിലോമീറ്റർ എങ്ങാനും ഏകദേശം ദൂരം കാണണം. ഇറാഖിൽ നിന്ന് വരികയാണ്, മിൻ ബിലാദിൻ ബഈദ. അപ്പൊ ഈ ചോദിച്ച ആള് പറഞ്ഞു, അൻത മിൻ ജിവാരിൽ ഹറം. ഇബ്നു സീരീൻ, നിങ്ങൾക്ക് കേൾക്കണോ, നിങ്ങളൊക്കെ ഹറമിന്റെ അയൽവാസിയാണ്. ഞാൻ വരുന്നത് എവിടെന്നാണെന്നറിയോ എന്ന് ചോദിച്ചു. എവിടുന്നാണ്? മിൻ ബിലാദി മാ വറാ അന്നഹർ, ഞാൻ വരുന്നത് റഷ്യയിൽ നിന്നാണ്. ഞാൻ പുറപ്പെട്ടിട്ട് 5 കൊല്ലമായി എന്റെ നാട്ടിൽ നിന്ന്, ഇപ്പോഴാണ് ഹറമിലേക്ക് എത്തുന്നത്. നിങ്ങൾ ഇറാഖിൽ നിന്ന് ഒരു 25-30 ദിവസം കൊണ്ട്, ഒരു 40 ദിവസം കൊണ്ട് എത്തൂലേ? ഞാൻ പുറപ്പെട്ടിട്ട് 5 കൊല്ലം കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. അന്നൊക്കെ ആളുകൾ പുറപ്പെടും, പക്ഷേ വഴിയിലെത്തുമ്പോ കയ്യിലെ പൈസ തീരും. അപ്പൊ ഉള്ള സ്ഥലത്ത് അല്പം ജോലി ചെയ്യും, തൊട്ടടുത്ത നാട്ടിലേക്ക് എത്താനുള്ള പൈസ ഉണ്ടാക്കി യാത്ര ചെയ്യും, പിന്നെ അവിടെ ഇത്തിരി ജോലി ചെയ്യും. അങ്ങനെ 5 കൊല്ലമെടുത്ത യാത്രയല്ല, നിരന്തര യാത്രയല്ല. പക്ഷെ അതിനിടയ്ക്ക് ഒരു വിശ്രമമല്ല, പൈസ, ജോലി, യാത്രക്കുള്ള ചെലവ് നഷ്ടപ്പെടും. എന്ത് ചെയ്യും? എന്തെങ്കിലും കിട്ടിയ ജോലി ചെയ്തിട്ട് തൊട്ടടുത്ത നാട്ടിലേക്ക്. അങ്ങനെ 5 കൊല്ലം എടുത്തു ഞാൻ എത്താൻ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഹറമിന്റെ അയൽവാസിയാണ് ഇറാഖുകാർ, ഞങ്ങളൊക്കെയല്ലേ ദൂരത്ത് വരുന്നത് എന്ന് പറഞ്ഞു. 5 കൊല്ലം മുമ്പ് പുറപ്പെട്ടതാണ് ഹറമിലേക്ക്. നോക്കണം, ഇത് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംന, പരിശുദ്ധമായ കഅബാലയം ജനങ്ങൾ വന്നിറങ്ങിപ്പോകുന്ന ഒരു സ്ഥലമാക്കി നാം മാറ്റിയിരിക്കുകയാണ്. ആരും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ചിലരുടെ മനസ്സിൽ എനിക്കിപ്പോ പോകണം കഅബയില്, എനിക്കിപ്പോ മക്കയിലേക്ക് എത്തണം, എനിക്കൊരു ഉംറ ചെയ്യണം വളരെ പെട്ടെന്ന്. ഈ ചിന്തകൾ ലോക മുസ്ലിമീങ്ങളുടെ കൽബിൽ അള്ളാഹു ഇട്ടുകൊടുത്തതാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു ചെയ്ത ഭാഗ്യമാണ്. അവിടെ ആളുകൾ പോയിക്കൊണ്ടേയിരിക്കും. എന്ത് തന്നെ നിയമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മറികടന്നിട്ടോ അതൊക്കെ പാലിച്ചിട്ടോ അല്ലാതെയോ ഹറമിലേക്ക്
തീർച്ചയായും ആളെത്തും. മസാബത്തൻ ലിന്നാസ്, ജനങ്ങൾക്ക് അല്ലാഹു തആല ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ്. മില്യൺ കണക്കിന് ആളുകളാണ് ഹജ്ജിന് വന്നിരിക്കുന്നത്, മില്യൺ കണക്കിന് ആളുകൾ. സുബ്ഹാനല്ലാഹ്, ഏത് ട്രാഫിക്, എങ്ങനെയാണ് അവിടെ ട്രാഫിക് കൺട്രോൾ നടക്കുന്നത്? സൗദി ഗവൺമെന്റ് ഹജ്ജിന് മാത്രം ചെയ്യുന്ന സേവനം ഒരുപക്ഷെ മതിയായേക്കും. അല്ലാഹു തആല അവരുടെ എന്തെങ്കിലും പാപങ്ങൾ പുറത്തു കൊടുക്കാനോ അപാകതകൾ പരിഹരിക്കാനോ ഹജ്ജിന് മാത്രം ചെയ്യുന്നത്. ഒന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് പറയാണ്, നമ്മളൊക്കെ ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന ആളുകളാണ്. ബൈ എയറോ ബൈ ലാൻഡോ, ബസ്സിനോ കാറിനോ ഫ്ലൈറ്റിനോ ഒക്കെ യാത്ര പോകുന്നവരാണ്. ഹജ്ജിന് പോകുന്ന ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു, എന്ത് ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിന് വരും എന്ത് ചെയ്യരുത്? ഒച്ചപ്പാടും ബഹളവും തർക്കവും ചീത്ത പറയലും ഒന്നും വേണ്ടട്ടോ. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇതൊക്കെ ചെയ്യാനുള്ള ചാൻസ് അവിടെ ഉണ്ടാവുന്ന. അവിടുത്തെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്താൽ മനസ്സിലാവും ചിലപ്പോ. അവിടുത്തെ എമിഗ്രേഷനിൽ ക്ലിയറൻസ് കഴിഞ്ഞു കിട്ടാൻ ബോർഡറിൽ 4-5 മണിക്കൂർ കുടുങ്ങിക്കിടക്കുമ്പോ അവരിടക്കിടക്ക് ചായയും പിടിച്ചിട്ട് മൊബൈലും പിടിച്ച് നടക്കുന്നത് കാണുമ്പോ റബ്ബേ, ഈ മക്കളൊക്കെ മണിക്കൂറുകളോളം ബസ്സിലെത്തിയിട്ടാണല്ലോ ഒരു കണ്ണിച്ചോരല്ലാത്ത പരിപാടി ചെയ്യുന്നത് എന്നൊക്കെ. ഒരുപക്ഷെ ഫ്ലൈറ്റിൽ വന്നിട്ട് 4 മണിക്കൂറൊക്കെ എമിഗ്രേഷൻ കഴിയാൻ വേണ്ടി മാത്രം കാത്തുകിടക്കുന്ന സമയമുണ്ട് അല്ലേ? അപ്പൊ അങ്ങ് തോന്നിപ്പോവും, പടച്ചോനെ നമ്മുടെ ദുബൈയിലൊക്കെ എയർപോർട്ട് മാഷാ അല്ലാഹ്, അങ്ങനെ പല അഭിപ്രായമൊക്കെ പറയും. ഒരൽപ്പം ദേഷ്യപ്പെട്ട് വല്ലതും പറഞ്ഞേക്കാനൊക്കെ തോന്നും. എന്താണെന്നറിയോ? അതൊക്കെ ഹജ്ജിന്റെ ഒരു ഭാഗമാണെന്നാണ്. ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ് എന്ന് അല്ലാഹു പറഞ്ഞാൽ അവിടെ തർക്കിക്കാനും ചീത്ത വിളിക്കാനും ഒരു ചാൻസ് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവം എങ്ങനെ നടക്കും? അപ്പൊ അവിടെ അക്ഷമരാവാനും ഒരുപക്ഷെ ഒരൽപ്പം നമ്മുടെ പേഷ്യൻസ് ഒക്കെ, നമ്മുടെ ക്ഷമയൊക്കെ വഴിവിട്ടു പോവാനും ഒക്കെ സാധ്യതയുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഉണ്ടാകും. അത് ദിസ് ഇസ് പാർട്ട് ഓഫ് ഹജ്ജ്. അത് അങ്ങനെയാണ് അല്ലാഹു അവിടുത്തെ ജിയോഗ്രഫിയും ജനങ്ങളുടെ മെന്റാലിറ്റിയും അങ്ങനെ വെച്ചിട്ടുള്ളത്. നമുക്ക് പലതും കൺവീനിയന്റ് ആയിട്ടും തോന്നൂല, നമുക്ക് പലതും വളരെ വിഷമകരമായിട്ട് തോന്നിയേക്കും. പലതും നമുക്കൊന്ന് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കുമല്ലോ അന്ന് അവർക്കറിയാത്തത് കൊണ്ടല്ല. അല്ലാഹു തആല ചില അവന്റെ ഹിക്മത്തുകളോടെ നടപ്പാക്കുന്നതാണ്. അല്ലാഹുവിന്റെ ചില ഹിക്മത്തുകളുണ്ട്. നിങ്ങൾ മിണ്ടരുതെന്നാ, നിങ്ങളവിടെ മിണ്ടരുത്. ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. അവിടെ തർക്കിക്കരുത്, അവിടെ നിങ്ങൾ എന്തെങ്കിലും ചീത്ത വിളിക്കരുത്, ഒന്നും ചെയ്യരുത്. മിനായിലേക്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ മുസ്ദലിഫയിൽ നിൽക്കുമ്പോഴോ അറഫയിൽ നിൽക്കുമ്പോഴോ ഒക്കെ പല ആളുകളെയും പല വിധത്തിലുള്ള ആളുകളെയും കാണാൻ കഴിയും. ക്ഷമാറ്റു പോകും. വിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് സൂറത്തുൽ ഹജ്ജ് ആരംഭിച്ചത്. സൂറത്തുൽ ഹജ്ജിന്റെ ആദ്യത്തെ ആയത്താണ് നമ്മൾ ഓതി വെച്ചത്. മൈക്കൊച്ചല്ലാത്തോളം കേട്ടിട്ടുണ്ടാവില്ല അല്ലെ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ് സാഅതി ശൈഉൻ അദീം. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത് وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. يا أيها الناس, അല്ലയോ ജനങ്ങളെ. ഹജ്ജ് പഠിപ്പിച്ചിരിക്കുകയാണ് അല്ലാഹു തആല. സൂറത്തുൽ ഹജ്ജ് ആരംഭിക്കാൻ, ഹജ്ജ് എന്ന് പറഞ്ഞ സൂറത്തിന്റെ ആരംഭമാണിത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ. ആദ്യം പറഞ്ഞ വിഷയം ഹജ്ജിന് ഒരുങ്ങിക്കോളി എന്നല്ല പറഞ്ഞത്. എന്താണ് ആദ്യം വേണ്ട ഒരുക്കെന്താണ്? ഹജ്ജിന് നിങ്ങൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ലഗേജുകളൊക്കെ പാക്ക് ചെയ്യണം. പക്ഷേ നിങ്ങൾ കൊണ്ടുപോകുന്ന ലഗേജിൽ വെച്ച് ഏറ്റവും നല്ല ലഗേജ് അത്തഖ്വ, നിങ്ങളുടെ തഖ്വയാണ്. മനസ്സിനുള്ളിൽ അല്ലാഹുവിനെ പറ്റിയുള്ള ബോധമാണ്. മഹാനായ അത്വാ ഇബ്നു സുലൈമാൻ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കൂട്ടുകാരുടെ കൂടെ മദീന വഴി ഹജ്ജിന് വരുന്ന സമയത്താണ് അറാബിയായ ഒരു പെണ്ണുമായുള്ള അനുഭവം ഉണ്ടായത്. മഹാനായ സുലൈമാൻ ഇബ്നു യസാർ എന്നവരും മഹാനായ അത്വാ റഹ്മത്തുള്ളാഹി അലൈഹിം രണ്ടുപേരും ഷാമിൽ നിന്ന് ഹജ്ജിന് വരുന്ന മദീന വഴി ഹജ്ജിന് വരുമ്പോ അവര് മദീനത്ത് ഹാൾട്ട് ചെയ്തു. ഒരു ഗ്രാമത്തിൽ, മദീന ടൗണൊന്നുമല്ല, ഒരു കുറെ ദൂരത്തൂടെ കടന്നു പോകുക. അവിടെ എത്തിയപ്പോ കൂട്ടുകാര് പറഞ്ഞു ഭക്ഷണം കൊണ്ടുവരാം. സുലൈമാൻ ഇബ്നു യസാർ എന്നവര് നല്ല മുതലാളിയാണ്, സുമുഖനാണ്, നല്ല കാണാൻ ഭംഗിയുള്ള ആളാണ്, നല്ല ആരോഗ്യമുള്ള സമയം. ആ സമയത്ത് കൂട്ടുകാര് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഒരു അറാബിയസായ പെണ്ണ് ഒട്ടകപ്പുറത്ത് നിഖാബ് ധരിച്ച് തന്റെ മുമ്പിലേക്ക് വരുന്നു. ഒട്ടകപ്പുറത്ത് ഇറങ്ങി മുമ്പിലേക്ക് വന്നു. മഹാനവറുകൾ
നിസ്കാരത്തിലായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് എന്തേന്ന് ചോദിച്ചു. പറഞ്ഞു ഇഖ്ളി അൻനി ഹാജതി, എനിക്ക് നിങ്ങൾ എന്റെ ആവശ്യം നിർവഹിച്ചു തരണം. മഹാനവറുകൾ കൂടെ ഉണ്ടായിരുന്ന പൈസയിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് കൊടുത്തു, സ്വതക്ക കൊടുത്തു. പറഞ്ഞു ഇതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ സുലൈമാൻ ഇബ്നു യസാർ എന്നവർക്ക് ബോധ്യപ്പെട്ടു, അല്ലാഹുവേ നീ എന്നെ പരീക്ഷിക്കുകയാണല്ലോ റബ്ബേ. ആ പെണ്ണുദ്ദേശിക്കുന്ന തിന്മയാണ്. ഫകശഫത് അൻ വജ്ഹിഹാ, തന്റെ മുഖത്തെ നിഖാബ് ഉയർത്തി നോക്കുമ്പോൾ കഫിലഖിൽ ഖമർ, പരിപൂർണമായ ചന്ദ്രശോഭയുള്ള നല്ല ഭംഗിയുള്ളൊരു മുഖം. അല്ലാഹുവേ നീ എന്നെ പരീക്ഷിക്കരുത് റബ്ബേ. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നീ പരീക്ഷിച്ച് ആ പരീക്ഷണത്തിൽ വിജയം കൊടുത്ത പോലെ എന്നെയും നീ വിജയിപ്പിക്കണമേ. ദുആ ചെയ്തു. അങ്ങോട്ട് കരയാൻ തുടങ്ങി, എന്തെന്നില്ലാത്ത കരച്ചിൽ. റബ്ബേ നീ എന്തൊരു പരീക്ഷണമാണിത്. ആരവിടെയല്ല ഒറ്റക്കാണ്. ആലോചിക്കണം. ബാച്ചുലർ റൂമുകളൊക്കെ നമ്മൾ ഒറ്റക്ക് താമസിക്കുന്ന ഇടങ്ങൾ, കൂടെയുള്ള റൂമിലുള്ള ആളുകളൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ തിന്മകൾ നടക്കുന്ന സ്ഥലങ്ങളും റൂമുകളൊക്കെ നിങ്ങളുടെ അനുഭവങ്ങളിലും കേട്ടതും കണ്ടതൊക്കെ ഉണ്ടാവും. ആരില്ല എന്ന് തോന്നുന്ന സമയം പിശാച് നമ്മളെ പരീക്ഷിക്കുന്ന വല്ലാത്തൊരു സമയമാണ്. അല്ലാഹു കാവൽ നൽകട്ടെ. അല്ലാഹു നമുക്ക് ഉറച്ച ഈമാൻ നൽകട്ടെ. അവൻ കൂടെയുണ്ടെന്ന ബോധം എപ്പോഴും അല്ലാഹു നൽകട്ടെ. എല്ലാവരും ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി ഒരുപാട് ദൂരത്തേക്ക് യാത്ര പോവാണ്. ഇവരെ ടെന്റിൽ നിർത്തിയിട്ട് അപ്പോഴാണ് ഈ അനുഭവം. കരയാൻ തുടങ്ങി. കുറെ നേരം കരഞ്ഞപ്പോ ഈ പെണ്ണുമോടെ ഇരുന്ന് കരയാൻ തുടങ്ങി. കുറെ സമയം കഴിഞ്ഞപ്പോ കൂട്ടുകാരൊക്കെ വന്നു. മഹാനായ അസ്വാ എന്നവർ വന്നു. അങ്ങനെ നോക്കുമ്പോ കരയാണ് സുലൈമാൻ ഇബ്നു യസാർ എന്നവര്. ആ കരച്ചിൽ കേട്ടപ്പോ എന്തോ ഒരു നല്ല കാര്യത്തിലുള്ള കരച്ചിലായിരിക്കും എന്ന് വിചാരിച്ച് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. കാരണം എന്താണെന്നറിഞ്ഞില്ല. കുറെ നേരം കരഞ്ഞപ്പോ ഈ പെണ്ണ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ചോദിച്ചു, സുലൈമാൻ ഇബ്നു യസാർ എന്നവരോട് ചോദിച്ചു, അല്ല എന്തിനായിരുന്നു ഈ കരച്ചിൽ? പറഞ്ഞു, ഞാൻ പറഞ്ഞുതരൂല എന്ന് പറഞ്ഞു. അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു. ആ സംഭവം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു കൊടുക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ഈ രണ്ട് കൂട്ടുകാർ ഈജിപ്തിലേക്ക് പോവുകയും അവിടെ ചെന്ന സമയത്ത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്റെ കൂട്ടുകാരനായ അത്വാ എന്നവർ സ്വപ്നം കാണുകയും ചെയ്തപ്പോ ആ സ്വപ്നാനുഭവത്തിൽ പറഞ്ഞു, യൂസുഫ് നബിയെ നിങ്ങൾ വല്ലാത്ത ഭാഗ്യവാനാണല്ലോ. നിങ്ങൾക്ക് അങ്ങനെ വലിയൊരു ടെംപ്റ്റേഷൻ സുലൈഖ ബീവിയിലൂടെ ഉണ്ടായപ്പോ നിങ്ങൾ ആ സമയത്ത് അള്ളാഹുവിൽ അഭയം പ്രാപിക്കുകയും ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തില്ലേ? പറഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടതിനേക്കാളും വലുതാണ് സുലൈമാൻ ഇബ്നു യസാറിന്റെ ഹജ്ജിന് പോകുന്ന സമയത്തുള്ള അനുഭവം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞെട്ടി ഉണരുന്നത്. എന്താണ് നിങ്ങൾക്കുണ്ടായ അനുഭവം? എനിക്ക് ഇന്നലെ സ്വപ്ന ദർശനമുണ്ടായി. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ പറഞ്ഞു. സ്വന്തം കൂട്ടുകാരനോട് ഉണർന്ന് ചോദിച്ചപ്പോഴാണ് മഹാനായ സുലൈമാൻ ഇബ്നു യസാർ എന്നവർ അന്ന് ഹജ്ജിന് പോകുന്ന സമയത്തുണ്ടായ അനുഭവം ഈജിപ്തിൽ കാലങ്ങൾക്ക് ശേഷമാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന്. സുബ്ഹാനല്ലാഹ്. ഹജ്ജിന് പോകുന്ന വഴിയിൽ ഒരു പരീക്ഷണം. ഹജ്ജിന് പോകുന്ന യാത്രയിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോ, ലാൻഡ് ചെയ്യുമ്പോ, ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി ഹറമിലേക്ക് നടന്നു പോകുമ്പോ, റൂമിലേക്ക് തിരിച്ചു പോകുമ്പോ നമ്മുടെ കണ്ണുകളും നമ്മുടെ കാതും നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ومن يرد فيه بإلحاد بظلم, എങ്ങനെ ഹറമിൽ വെച്ചൊരു തിന്മ ചെയ്യണമെന്ന് നീയത്ത് വെച്ചാൽ തന്നെ അല്ലാഹു തആല ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ അല്ലാഹു നൽകുമെന്നാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്തായിരിക്കും അവസ്ഥ? എങ്ങനെ തിന്മ ചെയ്യണമെന്നൊരാൾ തീരുമാനിച്ചു, ചെയ്തിട്ടില്ല, തീരുമാനിച്ചാൽ തന്നെ നുദിഖുഹു മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ നാം അവർക്ക് നൽകും എന്ന് അല്ലാഹു തആല പറഞ്ഞ സ്ഥലമാണ് പരിശുദ്ധമായ ഹറം. അപ്പോ ആ പുണ്യസ്ഥലത്ത് ചെല്ലുമ്പോ സുരക്ഷിതരായി പാപങ്ങളൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് കഴുകി തുടച്ച് വൃത്തിയാക്കി നമുക്ക് വരാൻ ഒരനുഭവമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഇവിടുന്ന് ദുബൈയിൽ നിന്നൊക്കെ നമ്മൾ ഈ താമസിക്കുന്ന ഈ കാലം നാട്ടിൽ ചെന്ന ഒരുപാട് ജോലി തിരക്കായിരിക്കും. നമ്മൾ നാട്ടിൽ ചെന്നിട്ട് അവിടെ ഒരു 10 രൂപ ലാഭമുണ്ടല്ലോ നോക്കിയിട്ട് കാര്യമില്ല, ചിലപ്പോൾ നടക്കലുണ്ടാവില്ല. ഇവിടുന്ന് എന്ത് ചെയ്യുക? ഹജ്ജൊക്കെ കഴിഞ്ഞിപ്പോ റബീഉൽ അവ്വൽ ആരംഭിക്കുന്നതോടുകൂടെ ഉംറയുടെ സമയമാണ്. പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യാം, ഇടക്ക് സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പോവുക. ചെല്ലുമ്പോ നമുക്കൊരു ഈമാനിന്റെ ഉറപ്പും നമ്മുടെ ഖൽബിൽ നിന്നൊരു ഈമാൻ ഉറക്കാനും പാപങ്ങൾ കഴുകി തുടച്ച് ഒന്ന് സർവീസ് ചെയ്ത് വരാനൊക്കെ പറയില്ലേ നമ്മുടെ വാഹനം എന്ന പോലൊരു സർവീസിങ് ആവശ്യമാണ്. ഇടക്കിടക്ക് ചെയ്തേ പറ്റൂ.
മഹാന്മാരായ ചില ആളുകളൊക്കെ മാറി ചിന്തിച്ച ചില അനുഭവങ്ങൾ കണ്ടത് വേറെ വിഷയമുണ്ടോ. നമ്മളെ സുന്നത്തായ ഹജ്ജോ സുന്നത്തായ ഉംറയോ ചെയ്യുന്ന സമയത്ത് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അത് നമ്മൾ പറയാം, ഏതായാലും വിഷയം പറയുമ്പോൾ പറയണല്ലോ. അതായത് തന്റെ നിർബന്ധമായ ഹജ്ജോ ഉംറയോ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഹജ്ജോ ഉംറയോ 5 കൊല്ലത്തിനിടയ്ക്ക് ഒരാൾ ചെയ്യാന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയോ, സ്വന്തം അയൽപ്പക്കത്തോ സ്വന്തം കണ്ണിന്റെ മുമ്പിലോ സ്വന്തം കുടുംബത്തിലോ അങ്ങേയറ്റം കഷ്ടപ്പാടുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മൾ ആ ഉംറക്ക് സുന്നത്തായ ഉംറക്ക് പോകുന്ന കാശ് കിട്ടിയാൽ ഈ പാവങ്ങളുടെ കടം വീടും, അവരുടെ വീട് രക്ഷപ്പെടും, അവരുടെ മക്കളുടെ കല്യാണം നടക്കും, ആ കുട്ടിക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസം കിട്ടും. കഷ്ടപ്പെടുന്ന ഒരു വിഭാഗം, ഒരു കൂട്ടം ജനങ്ങൾ നമ്മുടെ മുമ്പിൽ, നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായിരിക്കെ അവർക്കൊന്നും കൊടുക്കാതെ സഹായിക്കാതെ നമ്മൾ ഉംറക്കോ സുന്നത്തായ ഹജ്ജിനോ പോകുന്നതിനേക്കാളും പുണ്യം എന്ത് ചെയ്യലാണ്? ആ പൈസ ഇവർക്ക് കൊടുക്കലാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി വറളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ വളരെ അത്ഭുതകരമായ ഒരു സംഭവമുണ്ട്. ബഹുമാനപ്പെട്ടവർ മർവിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി മുബാറക് എന്നവർ ഒരുപാട് ദൂരം മർവിൽ നിന്ന് വന്ന്, അതായത് ഷാമിന്റെ അങ്ങറ്റത്ത് നിന്ന് വന്ന് ബഹുമാനപ്പെട്ടവർ മദീന വഴി കടന്നു പോവുകയാണ്. അവിടെ എത്തിയപ്പോഴാണ് തന്റെ കൂടെയുണ്ടായിരുന്ന യാത്രാ സംഘത്തിലെ ഒരാൾ, അവരുടെ കൂടെയുണ്ടായിരുന്നൊരു പക്ഷി, അതൊരു കോഴിയായിരിക്കും, ചിക്കനായിരിക്കാം, വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അവര് ഭക്ഷിക്കാൻ വേണ്ടി ജീവനോടെ കൊണ്ടുവന്നിരുന്ന, അറുത്ത് ഭക്ഷിക്കാൻ വേണ്ടി യാത്രയിൽ കരുതിയിരുന്ന ഒരു പക്ഷി ചത്തുപോവുകയാണ്. ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നു. അവർക്കിനി മക്കയിലേക്ക് എത്താൻ ഒരൽപ്പം കൂടെ ദൂരമുണ്ട്. മഹാനായ അബ്ദുല്ലാഹി മുബാറക് എന്നവർ മുറബ്ബിയായ ഷെയ്ഖാൻ, വളരെ പ്രഗത്ഭനായ ആലിമാണ്, പണ്ഡിതനാണ്, വളരെ ലോകപ്രശസ്തനായ പണ്ഡിതനാണ്, യോദ്ധാവായിരുന്നു. ധർമ്മസമരം ചെയ്യും, മുഖം മൂടി ധരിച്ചിട്ട് ആളറിയാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു സൽപ്പേര് വരണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ മഹാനാണ് അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു. അങ്ങനെ പോകുമ്പോഴാണ്, അങ്ങനെ ചെല്ലുമ്പോ ബഹുമാനപ്പെട്ടവരുടെ കൂടെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു പക്ഷി ചത്തുപോയപ്പോ അതിനെ ഒരു വേസ്റ്റിൽ കൊണ്ടുപോയി ഇടുന്നു. നമ്മൾ ചരിത്രം കേട്ടതായിരിക്കും ഒരുപക്ഷെ. ആ വേസ്റ്റിൽ കൊണ്ടുപോയി ഇട്ടപ്പോ അയൽ വീട്ടിലെ ഒരു പെൺകുട്ടി ഓടി വന്ന് ആ പക്ഷിയെടുത്ത് തന്റെ വീട്ടിലേക്ക് ഓടുന്നത് കണ്ടപ്പോ മഹാനവറുകൾ ചോദിച്ചു, ആ കുട്ടിയോട് പോയി ചോദിക്കിൻ, എന്തിനാണ് ഈ ചത്ത പക്ഷി അവരെടുക്കുന്നത് എന്ന്. അപ്പോ ആ ചെറിയ പെൺകുട്ടി പറഞ്ഞു, ഞാനും എന്റെ സഹോദരനും എന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ട്. ഈ പക്ഷിയെങ്കിലും ഇത് ചത്തതാണെങ്കിൽ ചത്തത് ജീവൻ നിലനിൽക്കാൻ ഞങ്ങളതിനെ വേവിച്ച് ഭക്ഷിക്കാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു, ഒരു സംഘം ആളുകൾ കൂടെയുണ്ട്, ചോദിച്ചു, നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ ദീനാറുകളും നിങ്ങൾ സ്വരൂപിക്കണം. എത്രയുണ്ട് എന്ന് പറഞ്ഞു. നോക്കുമ്പോ 1000 ദീനാർ, 1000 സ്വർണ്ണ നാണയമുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇവിടെ നിന്ന് നമുക്ക് ജന്മനാട്ടിലേക്ക് മറുവിലേക്ക് തിരിച്ചു പോവാൻ, ഹജ്ജ് ചെയ്യാതെ പോവാൻ. അവർ സുന്നത്തായ ഹജ്ജിന് വരികയായിരുന്നു. നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ എത്ര നമുക്ക് ചെലവ് വരും? അവർ പറഞ്ഞു 20 ദീനാറൻ, ഒരു 20 ദിനാർ വരും. ഓക്കെ, 20 ദിനാർ മാറ്റിവെച്ച് നമ്മുടെ കൂടെയുള്ള 980 ദീനാറും ഈ പാവപ്പെട്ട കുടുംബത്തിന് നമ്മൾ സ്വതക്ക ചെയ്യുകയാണ്. വഹാദിഹി അഫ്ളലു മിൻ ഹജ്ജത്തിനാ ഹാദൽ ആം, ഈ കൊല്ലം നമ്മൾ ചെയ്യുന്ന ഹജ്ജിനേക്കാളും ഏറ്റവും വലിയ പുണ്യം ഈ പാവപ്പെട്ടവരെ സഹായിക്കലാണെന്ന് പറഞ്ഞ് മറുവിൽ നിന്ന് മദീനയുടെ പരിസരത്തേക്ക് എത്തിയിട്ട് 1000ഓളം കിലോമീറ്റർ തിരിച്ചു യാത്ര പോയ മഹാനാണ് അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു. നമുക്ക് ഈ കൊല്ലം ഹജ്ജില്ല, നമുക്ക് റിലീഫ് പ്രവർത്തനം നടത്താം, ചാരിറ്റി പ്രവർത്തനം നടത്താം, മറ്റുള്ളവരെ സഹായിക്കാം എന്ന് മഹാനവറുകൾ പഠിപ്പിച്ചത് ഈ ഉമ്മത്തിന്റെ ഫുഖഹാഇന്റെ കാഴ്ചപ്പാടുകളിൽ ഏറ്റവും വലിയ അത്ഭുതകരമായ ഒരു കാഴ്ചപ്പാടും വീക്ഷണവുമാണ്. കാരണം ഒരുപാട് സുന്നത്തായ ഹജ്ജും ഉംറയും നമ്മൾ ചെയ്യുന്നത് പുണ്യമാണ്. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള പാവപ്പെട്ട ആളുകളെ സഹായിക്കൽ അതിലേറെ പുണ്യമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ബഹുമാനപ്പെട്ടവർ മസ്ജിദുൻ നബവിയിൽ പരിശുദ്ധമായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ വന്നിട്ട് തന്റെ വീട്ടിലെ കഷ്ടപ്പാട് പറഞ്ഞത്. വലിയ കടവും ബാധ്യതയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു, കടവും പ്രയാസമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ഏതെങ്കിലും ഒരാളോടൊന്ന് റെക്കമെൻഡ് ചെയ്തിട്ട് ഒരു കടം നിങ്ങൾക്ക് വാങ്ങിച്ചു തരാൻ ആരെങ്കിലും അറിയോ എന്ന് ചോദിച്ചപ്പോ അവിടെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന തങ്ങളും സയ്യിദുമായ നബിയുടെ സ്വഹാബിയായ ഹാഫിദുൽ ഖുർആനും മുഹദ്ദിസുമായ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവിടുന്ന് എഴുന്നേറ്റ് പോന്നു. നബി തങ്ങളുടെ പള്ളിയിൽ ഇഅ്തികാഫിലാണ്, അവിടെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പൊ അവർ പറഞ്ഞു, ഇബ്നു അബ്ബാസ് എന്നവരെ, ശൈഖ് അവറുകളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ നിന്ന് സ്വഹാബിയായി നിങ്ങൾ ഇഅ്തികാഫിരിക്കുമ്പോ അതൊക്കെ ഒഴിവാക്കി എന്റെ കൂടെ നിങ്ങൾ എന്തിനു വരണം? അത് നിങ്ങൾ ചെയ്യേണ്ട, അത് പിന്നീട് എപ്പോഴെങ്കിലും എന്നെ സഹായിച്ചാൽ മതി എന്ന് പറഞ്ഞു.
പറഞ്ഞു, വേണ്ട, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഏതെങ്കിലും മൻ മശാ ഫീ ഹാജതി അഖീഹി ഹത്താ യഖ്ദിയഹാ ല, ഏതെങ്കിലും തന്റെ കൂട്ടുകാരന്റെ ഒരു ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി തന്റെ കൂട്ടുകാരന്റെ കൂടെ ആരെങ്കിലും നടന്നാൽ എത്രയോ വർഷം, 100 വർഷമോ മറ്റോ ആ ഹദീസിൽ കാണാൻ കഴിയും, അത്രയും വർഷത്തോളം എന്റെ പള്ളിയിൽ ഫീ മസ്ജിദി ഹാദാ, എന്റെ പള്ളിയിൽ വർഷങ്ങളോളം ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും വലിയ പുണ്യം ഒരു മുസ്ലിമായ സഹോദരന്റെ ഒരു ആവശ്യം നിങ്ങൾ കൂടെ നടന്ന് നിർവഹിച്ചു കൊടുക്കലാണ്. ഒരു റിലീഫ് പ്രവർത്തനമോ ഒരു ചാരിറ്റി പ്രവർത്തനമോ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നത് മുത്തുനബിയുടെ പള്ളിയിലെ 100 കണക്കിന് കൊല്ലത്തോളം ഇഅ്തികാഫിനേക്കാളും പുണ്യമുണ്ട് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പഠിപ്പിച്ചു. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ ഇങ്ങനെ നമ്മൾ ആ ഒരു പേര് കിട്ടാൻ വേണ്ടി എല്ലാ കൊല്ലവും ഞാൻ ഉംറക്കാണ്, എല്ലാ റമദാനിലും ഞാൻ ഹറമിലായി, 27ാം ഞാൻ ഹറമിലായി, ഇങ്ങനെ ഒരു ബടായി പറഞ്ഞിട്ട് വെറുതെ ചെയ്തു പോയ അമലുകൾ നശിപ്പിച്ചു കളയുന്ന ഉംറകളെക്കാളൊക്കെ നല്ലത്, ഏറ്റവും പുണ്യവും ശ്രേഷ്ഠവും നമ്മൾ ചെയ്യേണ്ടതും നമ്മുടെ കൺമുമ്പിലുള്ള പാവപ്പെട്ടവരെ സഹായിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അതിന് തൗഫീഖ് നൽകട്ടെ. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ത്യാഗസ്മരണകളാണ് നമ്മൾ ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നതും ആ ചരിത്ര സംഭവങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്. നല്ലൊരു വാപ്പയും അനുസരണയുള്ള ഒരു ഉമ്മയും നല്ല അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മോനും അള്ളാഹുവിന് ഇഷ്ടമായ ഒരു നാടും ഒരു പള്ളിയുടെ പരിസരത്തെ ജീവിതവും പരിശുദ്ധമായ സംസം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആഇന്റെ ഉത്തരമാണ്. മഹത്തരമായ സഅയ് ഉമ്മുന ഹാജർ റളിയല്ലാഹു അൻഹ കുഞ്ഞിനോടൊരു ഉമ്മ കാണിച്ച സ്നേഹമാണ്. അറഫയും മുസ്ദലിഫയും ഒക്കെ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്ത മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വളരെ മരിക്കാത്ത ഓർമ്മകളാണ്. അതുകൊണ്ട് വത്തബിഉ മില്ലത അബീകും ഇബ്രാഹിം, മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ മാർഗം നിങ്ങൾ പിന്തുടരണമേ. നമുക്കിപ്പോ മക്കൾ അറക്കണം എന്ന് പറഞ്ഞിട്ടില്ല അല്ലാഹു തആല, നിങ്ങൾ അതൊന്നും ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് കൈക്കരുത്തോ ആരോഗ്യമൊക്കെയുണ്ടോ, കരുത്തുണ്ട്, നല്ല ആരോഗ്യമുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ടോ, ആ സുബഹിന്റെ നേരത്തെ ബ്ലാങ്കറ്റ് പൊന്തിക്കാനുള്ള ആഫിയത്ത് ഉണ്ടായിട്ട് നേരെ എഴുന്നേറ്റ് സുബഹി നിങ്ങൾ ഓൺ ടൈമിൽ നിസ്കരിക്കുക അല്ലേ? വലിയ ആരോഗ്യം ഉണ്ടെങ്കിൽ അതാണ്. കയ്യിന് മസിലൊക്കെ ഉണ്ട്, ജിമ്മിനൊക്കെ പോവാൻ, ആ ബ്ലാങ്കറ്റ് പൊന്തിക്കാനുള്ള കഴിവുണ്ടായാൽ വലിയ ആരോഗ്യമാണ്. സുബഹിന്റെ ആ നേരത്ത് നമുക്ക് ഇത് ഖളാ ആവാതെ നഷ്ടപ്പെടാതെ അതിന്റെ ജമാഅത്തോടുകൂടെ പുണ്യമായി നിർവഹിക്കാൻ കഴിഞ്ഞാൽ വലിയ സൗഭാഗ്യമല്ലേ? അള്ളാഹുവിന് വേണ്ടി നമ്മുടെ സമ്പാദ്യത്തിൽ ഒരു ആടോ ഒരു കന്നോ നമ്മൾ ഉദ്ഹിയത്ത് ചെയ്യുന്നത് ഒരുപക്ഷെ നമുക്ക് വലിയ പൈസ ആയിക്കോണമെന്നില്ല, പക്ഷേ അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. പാവപ്പെട്ട ആളുകൾക്ക് അതിന്റെ മാംസം ഭക്ഷിപ്പിക്കൽ അള്ളാഹുവിന്റെ പുണ്യമാണ്. അതിന്റെ 1/3 വീട്ടുകാർക്ക് അറുക്കുന്ന ആളിനെടുക്കാം, 1/3 പാവപ്പെട്ട ആളുകൾക്ക് ദാനം ചെയ്യേണ്ടതാണ്, 1/3 സ്വന്തം അയൽപക്കത്തിന് ബന്ധുക്കൾക്ക് കൂട്ടുകാർക്ക് കൊടുക്കാനുള്ളതാണ്. അങ്ങനെയൊക്കെയാണെങ്കിൽ തന്നെയും അത് മുഴുവൻ ഒരാൾ ദാനം ചെയ്താൽ അത്രയും പുണ്യമല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിബിതങ്ങൾ 2 ആടുകളെ നിബിതങ്ങൾ ഉദ്ഹിയത്ത് ചെയ്യുകയും അതിലൊന്ന് ഹാദാ അന്നി വഅൻ അഹ്ലി ബൈതി വഅൻ ആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു, ഇത് എനിക്കും എന്റെ കുടുംബത്തിനുമുള്ള ഉദ്ഹിയത്താണെന്ന് പറയുകയും രണ്ടാമത്തെ ആട് എന്റെ ഉമ്മത്തികൾക്ക് മുഴുവനുമുള്ള ആളുകളാണ്, അവർക്കുള്ള ഉദ്ഹിയത്താണ്. അത് ജീവിച്ചിരിക്കുന്നവരുണ്ട്, മരിച്ചുപോയവരുണ്ട്, മുഴുവൻ ആളുകൾക്കും എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി ഞാനൊരു ഉദ്ഹിയത്ത് അറുക്കുകയാണെന്ന് പറഞ്ഞ് 2 ആടുകളെ ഉദ്ഹിയത്ത് അറുത്തു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? ഉദ്ഹിയത്തിന് സാധ്യമാണെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ നാട്ടിലേക്ക് അതിന്റെ കൃത്യമായ പൈസ അയച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഉദ്ഹിയത്ത് കർമ്മത്തിലേക്ക് ഇതുവരെയെങ്കിലും നിയ്യത്ത് ചെയ്തിട്ടില്ല എങ്കിൽ നിയ്യത്ത് ചെയ്ത ആളുകൾ തലമുടിയോ നഖമോ ഒന്നും നീക്കാതെ സൂക്ഷിക്കൽ പ്രത്യേകമായ സുന്നത്താണ്. എങ്ങാനും നീക്കിപ്പോയാൽ അതിന്റെ കുറ്റമോ പ്രായശ്ചിത്തമോ കഫാറത്തോ ചെയ്യേണ്ടതില്ല. പക്ഷേ ഒരു നല്ല കാര്യം നഷ്ടപ്പെടുത്തി എന്ന ഒരു വിഷയം വരും അവിടെ. എന്നാലും ഉദ്ഹിയത്തിന്റെ വിഷയത്തിൽ നമ്മൾക്കൊന്ന് ശ്രദ്ധിച്ച് ആ ഒരു ഉദ്ഹിയത്ത് നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി വലിയ ഇഷ്ടപ്പെട്ടൊരു കാര്യം. മുത്തുനബി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന് വേണ്ടി കൊടുത്തതാണ്. അതുകൊണ്ട് റബ്ബേ, എന്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന പലതും ഞാൻ നിനക്ക് വേണ്ടി തരും പടച്ചവനെ. അതെന്റെ കുട്ടിയെ ഒരു ആലിമാക്കാനോ ഒരു ഹാഫിളാക്കാനോ, എന്റെ സമ്പാദ്യത്തിൽ ഏതെങ്കിലും നിന്റെ ദീനിനോ ദീനി സ്ഥാപനങ്ങൾക്കോ ദീനിനെ വളർത്താനും ദീൻ പഠിപ്പിക്കാനും എന്തെങ്കിലും ചെയ്യാൻ എന്റെ സമ്പാദ്യത്തിൽ ഞാൻ കൊടുക്കും റബ്ബേ. അങ്ങനെയൊക്കെ ഒരു ദൃഢനിശ്ചയം അതിന്റെ കൂടെ വരുമ്പോഴാണ് സത്യത്തിൽ ഈ ആശയം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. അല്ലാഹു തആല അവന്റെ ദീനെ സഹായിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ അറഫയിൽ മുഅ്മിനീങ്ങൾ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുമ്പോൾ അവരുടെയൊക്കെ ദുആകളിൽ നമ്മളെയും അവർ ഓർക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ഇരക്കുക. നമ്മളൊക്കെ ദുആ ഇരപ്പിക്കാൻ വേണ്ടി ലാ തൻസന യാ ഉഖയ്യ മിൻ ദുആയിക, ഉമർ റളിയല്ലാഹു അൻഹു അലി തങ്ങൾ ഇവരൊക്കെ ഉംറക്ക് പോകുമ്പോൾ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്ന് മുത്തുനബി തങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് എന്ത് പാപമുള്ളത്? പക്ഷേ നമ്മൾക്ക് പഠിപ്പിക്കുകയാണ്, ഒരാൾ ദുആ ഇരക്കാൻ വേണ്ടി പറയണം. അതൊരു വലിയ വസിയത്താണ്.
അല്ലാഹുവേ ദുആരക്കാൻ വേണ്ടി വസിയത്ത് ചെയ്തവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണമേ, ആമീൻ എന്ന് നമ്മൾ ദുആ ചെയ്താൽ തന്നെ ആ ബാധ്യത നിറവേറുകയും ചെയ്യും. അപ്പൊ അവർക്കൊക്കെ നമുക്ക് വേണ്ടി ദുആരക്കാനും ഓർമ്മിക്കാനും വേണം. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജിന്റെ സമയത്ത് ഒരു അറാബിയെ കണ്ട കഥ പറയുന്നുണ്ട്. യാ റബ്ബ് അജ്ജത്തിൽ അസ്വാതു ഇലൈക ബിമുഖ്തലിഫിൽ ലുഗാത്ത്, അല്ലാഹുവേ വിവിധ ഭാഷകളിൽ ആളുകൾ നിന്നോട് ദുആയിരക്കുകയാണ് പടച്ചവനെ. യത്ലുബൂന ഹാജാതിഹിം മിൻക, അവരൊക്കെ അവരുടെ ആവശ്യങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് പടച്ചവനെ. ഒരു അറാബി പറയാൻ, എനിക്ക് തിരിയുന്നതും തിരിയാത്തതുമായ ഭാഷകൾ ഇവിടെയുണ്ട് റബ്ബേ. അജ്ജത്തിൽ അസ്വാതു ബിമുഖ്തലിഫിൽ ലുഗാതി ഇലൈക, റബ്ബേ വ്യത്യസ്തമായ ഭാഷകളിൽ ഉറക്ക ആളുകൾ പൊട്ടിക്കരഞ്ഞ് ദുആയിരക്കുന്നു പടച്ചവനെ. വഹാജതി ഇലൈക, എന്നാൽ എന്റെ ആവശ്യം എന്താണെന്നറിയോ പടച്ചവനെ? അൻതദ്കുറനി ഇൻദൽ ബിലാ ഇദാ നസിയനി അഹ്ലുദ് ദുനിയ, പടച്ചവനെ എന്നെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച് എന്റെ നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളൊക്കെ എന്നെ മറന്നുപോകുന്ന ഒരു സമയമുണ്ട്. ആ നേരത്ത് ഞാൻ ഒറ്റയ്ക്ക് ഖബറിൽ കിടക്കുമ്പോ നീ എന്റെ കൂടെ വേണം കേട്ടോ പടച്ചവനെ, ഇത്രയേ എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളൂ എന്ന് ഒരു അറാബി ചെയ്ത ദുആ മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് നമുക്ക് കൈമാറിയിരിക്കുകയാണ് ആ വിവരം. അത്രയും വളരെ മനോഹരമായ പ്രാർത്ഥനകൾ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം റഹ്മത്തുള്ളാഹി അലൈഹി കണ്ടുമുട്ടിയ കഥ പറയുന്നുണ്ട്. അവിടെ ഞാൻ ഫുളൈൽ ഇബ്നു ഇയാദ് എന്നവരെ കണ്ടു. അറഫയുടെ ദിവസം താടിക്ക് കൈകൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ലഹു അനീൻ, ഒരു തേങ്ങലിങ്ങനെ കേട്ടു, ഒരു തേങ്ങിക്കരച്ചിലിങ്ങനെ കേൾക്കുന്ന ഒരു തേങ്ങൽ മാത്രം, കാര്യമായിട്ടൊന്നും ദ്വാരക്കുന്ന കേൾക്കുന്നില്ല. താടിക്ക് കയ്യും കൊടുത്ത് അങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഇരുത്തം ഞാൻ കണ്ടു മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്നിട്ട് അവസാനം പറഞ്ഞു, അല്ലാഹുവേ അല്ലാഹുവേ വാ സൗആഹ് മിൻക വഇൻ അഫൗത, വാ സൗആഹ് മിൻക വഇൻ അഫൗത, വാ സൗആഹ് മിൻക വഇൻ അഫൗത, റബ്ബേ നീ എനിക്ക് പുറത്തു തന്നാൽ തന്നെയും റബ്ബേ എനിക്ക് നാണമാവുന്നു റബ്ബേ നിന്നെ നോക്കാൻ. പടച്ചവനെ നീ എനിക്ക് പുറത്തു തന്നേക്കാം, പക്ഷെ എന്നാലും ഒരു മാനക്കേട് തോന്നുന്നു റബ്ബേ, ഒരു വിഷമം തോന്നുന്നു റബ്ബേ, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ. അങ്ങനെയാണ് നമ്മൾ ഒരാളോട് ഒരു അരുതാത്തത് ചെയ്തു, എന്തെങ്കിലുമൊക്കെ ചെയ്തു, നമ്മളത് പൊരുത്തപ്പെടിക്കുക. പൊരുത്തപ്പെട്ട് തന്നു അയാളെന്ന് വിചാരിക്കുക, നമ്മൾ പൊരുത്തപ്പെട്ട് തന്നു എന്ന് വിചാരിക്കുക. എന്നാലിപ്പോ എങ്ങനെ അയാളെ മുഖത്തേക്ക് നോക്കുക? അങ്ങനെ ഉണ്ടാവില്ലേ? അതൊരു വിഷമല്ലേ? അങ്ങനെ പൊരുത്തപ്പെട്ടിട്ടുണ്ടാവും ചിലപ്പോ. എന്തെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോ ഒരാളെ കണ്ടിരുന്നു, ഒരു സുഹൃത്തിനെ. അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ പറയുന്നില്ല. അതേതോ സുഹൃത്താണ്. അപ്പൊ അയാളൊക്കെ കൈ പിടിച്ച് പറഞ്ഞു പൊരുത്തപ്പെട്ടത്. ഞാൻ പറഞ്ഞു എന്തേന്ന് ചോദിച്ചു. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമല്ല, ഞാൻ കുറെ എന്തൊക്കെയോ പറഞ്ഞിരുന്നു. ആയിക്കോട്ടെ പൊരുത്തപ്പെട്ടെന്നു, പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമല്ല, പൊരുത്തപ്പെട്ടെന്നു. എന്നാലും ഒരു വിഷമെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എന്ത് പറയാൻ പോണതൊക്കെ പൊരുത്തപ്പെട്ടിട്ടുണ്ട്, ഇനിയിപ്പോ എന്താ വിഷയം എന്ന് ചോദിച്ചു. അങ്ങനെ പിന്നെ കുറെ നേരം യാത്രയിൽ സംസാരിച്ചിരുന്നു. ഞാനിങ്ങനെ ഓർക്കുകയാണ്, നമ്മൾ ഒരാളോട് അങ്ങനെ ഒരു അതിക്രമം ഒരാളോട് ചെയ്തു എന്ന് പറയാ, എന്നിട്ട് നമ്മൾ അയാളുടെ മുമ്പിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ നമുക്കൊരു സങ്കടം തോന്നൂലേ? എങ്ങനെ എന്ത് പൊരുത്തപ്പെട്ടെന്നാലും റബ്ബേ ഞാനൊരു തെറ്റൊരു മനുഷ്യനോട് ചെയ്തു പോയിട്ടുണ്ടല്ലോ, അതൊരു വല്ലാത്തൊരു കുറ്റബോധമാണ്. അപ്പോ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിനോട് പറഞ്ഞ വാക്കതാണ്, റബ്ബേ നീ പുറത്തു തരുന്ന എനിക്കറിയാം, എന്നാലും നിന്റെ മുമ്പിലേക്ക് ഞാൻ വരണല്ലോ പടച്ചവനെ. അത് ഓർക്കുമ്പോ വല്ലാത്ത വിഷമം റബ്ബേ. വാ സൗആഹ് മിൻക വഇൻ അഫൗത, ഇത് സൂര്യാസ്തമയ നേരത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്കുന്നത് ഞാൻ കേട്ടു എന്ന് മഹാനായ ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം റഹ്മത്തുള്ളാഹി അലൈഹി ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളെ സംബന്ധിച്ച് പറയാൻ. അറഫയിലെ ദുആകൾ വളരെ വളരെ അത്ഭുതകരമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ഖിലാഫത്ത് നടക്കുമ്പോ ആയിരക്കണക്കിന് ആളുകൾ ഹജ്ജിന് വന്നപ്പോ സ്വന്തം മോനോട് അബ്ദുള്ളയോട്, യാ അബ്ദുള്ള ഔസിനി, അബ്ദുള്ള വാപ്പാക്ക് ഉപദേശം താ എന്ന് സ്വന്തം മോനോട് പറഞ്ഞു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സ്വന്തം മോനോട് പറയാം, മോനെ വാപ്പയെ ഉപദേശിക്കുക. ആരാ വാപ്പ? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഉമർ എന്ന ഒരു ചെറുപ്പക്കാരനാണ്, മുത്തബിഉ സുന്ന എന്നറിയപ്പെടുന്ന മഹാനാണ്. ബഹുമാനപ്പെട്ടവരിങ്ങനെ പറഞ്ഞു, യാ അബത്തി വാപ്പാ ഉൻദുർ അമാമക്, നോക്കി വാപ്പ മുമ്പിലേക്ക് നോക്കി. ഫസതറാ ഖൽഖൻ കസീറ, ഒരുപാട് ആളുകളെ വാപ്പ കാണുന്നില്ലേ മുമ്പിൽ? അതേ മോനെ കാണുന്നു. ഉൻദുർ വറാഅക്, ബാക്കിലേക്ക് നോക്കി, ഒരുപാട് ആളുകളെ നിങ്ങൾ കാണുന്നില്ലേ? ആ കാണുന്നുണ്ട്. യമീനക്, കുറെ ആൾക്കാരില്ലേ? ഉണ്ട്. വശിമാലക്, കുറെ ആളുകളെ കാണുന്നില്ലേ? കുല്ലുഹും യത്ലുബൂന മിനല്ലാഹി മഗ്ഫിറതൻ ഫീമാ ബൈനഹും വബൈനല്ലാഹ്,
ഇവരൊക്കെ ചോദിക്കുന്നത് ഓരും പടച്ചോനും ചെയ്ത തെറ്റ് പുറത്തു തരണേന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഇവരൊക്കെ ചെയ്ത തെറ്റുകളെ കുറിച്ച് നാളെ അല്ലാഹു ഖിയാമത്ത് നാളിൽ ഭരണാധികാരി എന്ന നിലക്ക് നിങ്ങളോട് ചോദിക്കും വാപ്പാ. എന്തെന്നില്ലാത്ത കരച്ചിലവിടെ പൊട്ടിക്കരഞ്ഞു മഹാനായ ഫാറൂഖ് റളിയല്ലാഹു തആല. ഉത്തരവാദപ്പെട്ട ആളുകൾ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്ന വലിയൊരു പാഠം സ്വന്തം വാപ്പയെ, അത് വാപ്പാക്ക് അറിയാത്തത് കൊണ്ടല്ല, അതിലും വലിയ പാഠം ലോകത്തെ പഠിപ്പിച്ച വാപ്പയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പക്ഷെ ഒരു ഉപദേശം ഒരാളിൽ നിന്ന് കേൾക്കുന്നത് ഒരു നല്ല കാര്യമാണ്. നമുക്കൊക്കെ അറിയുന്നവരായിരിക്കാം, നമ്മളൊക്കെ വിവരമുള്ള ആളുകളായിരിക്കാം, നമുക്കൊരുപാട് അറിയുമായിരിക്കാം. പക്ഷെ എന്നാലും ഇടയ്ക്കൊരാളൊന്ന് ഓർമ്മപ്പെടുത്തി തരുമ്പോ അതൊരു ഉണർത്തലാണ്. ആ ഒരു ഉണർത്തൽ കൂട്ടുകാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം എന്ന പാഠം മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത് അറഫയുടെ മണ്ണിലാണ്. അള്ളാഹു നമുക്കൊക്കെ അങ്ങനെ സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കാനും ആത്മവിചാരണ ചെയ്യാനുമുള്ള അവസരങ്ങൾ എപ്പോഴും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹാദാ വസല്ലു വസല്ലിമു അലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. സമയമായില്ലേ? 11:30 ആയില്ലേ? അൽഹംദുലില്ലാഹ്. അപ്പോ അറഫയുടെ നോമ്പ്, പ്രത്യേകമായ നോമ്പ് എന്ത് ചെയ്യാ, വിട്ടുപോണ്ട. നാളെക്ക് നോമ്പ് കേട്ടോ. വെള്ളിയാഴ്ച ആണെന്ന് വിചാരിച്ചിട്ട് എന്തില്ല, ഈ ദുൽഹിജ്ജ മാസത്തിന്റെ സുന്നത്തായ പ്രത്യേകമായ സമയമായതുകൊണ്ടേ വെള്ളിയും ശനിയും ഒക്കെ എന്ത് ചെയ്യാ, നമുക്ക് നോമ്പെടുക്കാം. ഇന്ന് നോമ്പെടുത്തവരുണ്ടാവും, ഇന്നലെ നോമ്പെടുത്തവരുണ്ടാവും, ദുൽഹിജ്ജ 1 മുതൽ 9 വരെ കൃത്യമായിട്ട് നോമ്പെടുക്കുന്നവരുണ്ടാവും. ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും അതുപോലെ തന്നെ ഞായറാഴ്ച അടക്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോമ്പെടുക്കാൻ പറ്റും. ദുൽഹിജ്ജ 9 വരേക്കുമുള്ള വളരെ പുണ്യമായ സമയമാണ്. പിന്നെ ഒന്നുകൂടെ പറയാണ്, നമ്മൾ ഇവിടെ നിന്ന് നോമ്പെടുത്തിട്ടില്ലെങ്കിൽ ദുന്യാവ് നമ്മൾ നോമ്പെടുക്കൂല. കാരണം ഇത്രയും എയർ കണ്ടീഷൻ ചെയ്ത സൗകര്യങ്ങൾ നമ്മൾ റൂമിലും വാഹനത്തിലും ഓഫീസിലും ഹോസ്പിറ്റലിലും റോഡിലും ബസ് സ്റ്റോപ്പിൽ വരെ ചിലപ്പോൾ ദുബൈയില് വർക്ക് ചെയ്യുന്നില്ലേ, അത്രയും സൗകര്യം അല്ലാഹു തആല ചെയ്തെന്നിട്ട് നമുക്ക് കാര്യമായ വെയിലിലാണ് പണിയെടുക്കുക. പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, അവരെ പറ്റിയല്ല കേട്ടോ. നമുക്ക് കാര്യമായിട്ട് വെയിൽ കൊള്ളേണ്ട പണിയൊന്നുമില്ല. ഓഫീസിലാണ് ഒരു പുറത്ത് ജോലി ചെയ്യുന്ന ആളുടെ വലിയ സ്വപ്നം എന്തായിരിക്കും നിങ്ങൾ വിചാരിച്ചു ചോദിക്കുന്നുണ്ടോ? പുറത്ത് ജോലി ചെയ്യുന്ന ഒരാള് ബിൽഡിംഗ് പണി കിടക്കുമ്പോഴേ അയാളുടെ മനസ്സിലെ വല്ല റഹ്മാനായ റബ്ബേ ഈ വെയിലത്തുനിന്ന് ഒഴിവാക്കി ഒരു റൂമിന്റെ ഉള്ളിൽ ഇതേ ശമ്പളം മതി, ആ റൂമിന്റെ ഉള്ളിൽ എന്നാക്കി തന്നാൽ എത്ര നന്നായിരുന്നേനെന്നാ. റൂമിലുള്ള പറയും റഹ്മാനായ റബ്ബേ ആ കിടക്കണ ഓഫീസിലുള്ള ആളെത്ര, ഞാൻ റൂമിൽ തന്നെയാണ്, എനിക്ക് അത്ര കിട്ടിയാൽ തിരക്കേടില്ലല്ലോ. അങ്ങനെയാണ്. അപ്പോ കാര്യമായ വെയിലൊന്നും കൊള്ളണില്ലെങ്കിൽ എന്ത് ചെയ്യാം, നോമ്പൊക്കെ വളരെ ഈസിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതിലൊന്ന് ആഞ്ഞു പിടിച്ചാൽ നമുക്കൊക്കെ കഴിയും. ഉച്ചക്കത്തെ വിശപ്പ് അങ്ങൊന്നും സംഭവമല്ല എന്ന് റമദാൻ കൊണ്ട് നമ്മൾ തെളിച്ചിട്ടില്ലേ, എന്തോ റാഹത്തിൽ നോമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോ ഈ സുന്നത്തായ കുറച്ച് ദിവസങ്ങളൊക്കെ ഒന്ന് നോമ്പെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഇത്ര നല്ല സൽക്കർമ്മം ചെയ്ത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളൊരു നേരം വേറെല്ല നമുക്ക് ചെയ്തുകൊടുത്തൂടെ, നമ്മൾ റബ്ബിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി ശുക്രാണത്. റബ്ബിന് അള്ളാഹുവെ നിനക്ക് നന്ദി എന്ന് പറയലാണത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പള്ളികളിലൊക്കെ കയറി ഇറങ്ങുമ്പോ എന്ത് ചെയ്യാ, ഒരൽപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു മുസാഫ് എടുത്തിട്ട് ഒരു 2 പേജ് ഒരു 3 പേജൊക്കെ ഒന്ന് ഓതിയിട്ട് ഇറങ്ങുക. എല്ലാവരും ഇങ്ങനെ നിസ്കാരം ഇങ്ങനെ സലാം വിട്ടിട്ട് അങ്ങനെ ഇറങ്ങി പോരുന്നത്. ഇങ്ങനെ തിരക്കുള്ളവരാവും കുഴപ്പമൊന്നുമില്ല, ജോലി തിരക്കുണ്ടെങ്കിൽ. പക്ഷേ ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ഇവിടുത്തെ പള്ളിയിൽ നമുക്ക് സമയമുണ്ട് എന്ന് വിചാരിക്കുക, പ്രൊവൈഡഡ് വി ഹാവ് ടൈം. നമ്മൾ എന്ത് ചെയ്യുക, ജോലിന്റെ അടിയിൽ ചെയ്യുന്നു എന്നല്ല, നമുക്ക് സമയമുണ്ട്, കാര്യമായിട്ട് പണിയൊന്നുമില്ല. പുറത്തു പോയിട്ട് ഇനി കുബൂസും നമ്മൾ അതുമായി പോകേണ്ട കാര്യമുള്ളൂ. പിന്നെ റൂം പോയിട്ട് വല്ല TV ചാനൽ തുറന്നു വെച്ചാൽ വേറെ ഏതെങ്കിലും ഒരുത്തന്റെ വക ചർച്ച ഉണ്ടാവും, അതൊക്കെ കേട്ടിരുന്ന് കിടന്നുറങ്ങാൻ പോവാൻ. എന്നാ ഈ സംസ്കാരം കഴിഞ്ഞില്ലേ, ഒരു പേജ്, ഒരു 1/2 പേജ് അല്ലെങ്കിൽ 1 പേജ് ഖുർആൻ ഓതാ. ഇത്ര നല്ല സുഖമുള്ള പള്ളി, നല്ല വൃത്തിയുള്ള പള്ളി, എയർ കണ്ടീഷൻ ചെയ്ത പള്ളി, നല്ല മുസല്ലകള്, നല്ല കാർപ്പറ്റ്, ചിലതൊക്കെ നല്ല സുഗന്ധം. നമ്മുടെ നാട്ടിലെ കാർപ്പറ്റിലൊന്നും സുജൂദ് കിടക്കാൻ കഴിയില്ല, തരുമ്പ് കടിച്ചു പോകും, ആ ജാതി മണാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാക്യൂം ചെയ്യാതെ, അത് ക്ലീൻ ചെയ്യാതെ വെക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കാർപ്പറ്റൊക്കെ ഗൾഫിലെ പോലെ തന്നെ കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടേ ഒന്ന് വാക്യൂം ചെയ്യൂല, ഒന്ന് ക്ലീൻ ആക്കാതെ. നമ്മളെ ഇവിടത്തൊക്കെ പള്ളി എന്ത് റാഹത്താണ് അല്ലേ, സുജൂന്ന് തല പൊക്കാൻ തോന്നൂല. ഇത്രയും റാഹത്തുള്ള എയർ കണ്ടീഷൻ ചെയ്ത ഒരു ഒച്ചപ്പാടോ ബഹള പള്ളിയിൽ കേൾക്കോ? ഇല്ലല്ലോ. നമ്മളൊക്കെ ചിലപ്പോ കമ്മിറ്റിക്കാരൊക്കെ 4 വർത്താനെങ്കിലും, ഇവിടെ കമ്മിറ്റിക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുമില്ല. എന്ത് റാഹത്താണ്. അത്രയൊരു റാഹത്തുള്ള സ്ഥലം കിട്ടിയിട്ട് നമ്മൾ 2 പേജ് ഖുർആൻ ഓതൂലെങ്കിൽ ദുന്യാവിൽ നമ്മൾ എവിടുന്ന ഓതുക? നമ്മൾ നാട്ടിൽ ചെന്നാൽ നടക്കുമോ? നടക്കൂല.
അപ്പൊ ഇവിടുന്ന് ഈ നല്ല ശീലങ്ങളൊക്കെ കുറെ ആൾക്കാർ ഗൾഫ് വിട്ടു പോവാത്തതിന്റെ ഒരു കാരണം ഇത് തന്നെയാണ്. എങ്ങനെ നമ്മുടെ ഇബാദത്തിനൊക്കെ ഇത്ര സൗകര്യം നാട്ടിലില്ല. സംഭവം ശരി തന്നെയാണ്, നമ്മുടെ നാടൊക്കെ നല്ല നാട് തന്നെയാണ്. പക്ഷെ എന്തില്ല, ഇങ്ങനൊരു ഇബാദത്തിന് സൗകര്യം, ഒരു മോട്ടിവേഷൻ ഒന്നും നാട്ടിലില്ല അല്ലെ. അതൊരു ഉള്ള നാടുണ്ട് കേട്ടോ, എത്രയോ നല്ല ആവേശമുള്ള നാടുകളുണ്ട്, നമുക്ക് പരിചയമുള്ള നാടുകളൊക്കെ ഉണ്ട്, ശരി തന്നെയാണ്. പക്ഷെ മൊത്തത്തിൽ പറയുമ്പോഴേ, മൊത്തത്തിൽ ഇബാദത്തിനോടൊരു വിരക്തിയും അല്ലാത്ത വിഷയങ്ങൾക്കൊക്കെ വലിയ ഇമ്പോർട്ടൻസുമാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ നിൽക്കുന്ന ഈ കാലഘട്ടം കുറെ സൽക്കർമ്മം, ഏതായാലും കുറച്ച് കൊളസ്ട്രോളും പ്രഷറൊക്കെ ആയിട്ട് നമ്മൾ നാട്ടിൽ പോവുക, കുറെ ഇബാദത്തും കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അതൊരു വലിയ സൗഭാഗ്യമായിരിക്കും. അതിന് അല്ലാഹു ഇവിടെ തന്നെ ഈ ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ നമ്മളെ കൊണ്ടത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദുന്യാവെന്ന് കഴിയൂല. അതുകൊണ്ട് എന്ത് ചെയ്യാ, ഒന്ന് ആഞ്ഞു പിടിക്കുക. എന്ത് ചെയ്യാ, ആകാശ ലോകം പോലും പേടിച്ചു വിറക്കുകയാണ്. ആകാശം പേടിക്കണമല്ലോ. 4 വിരൽ വെക്കാനുള്ള സ്ഥലം ആകാശ ലോകത്തില്ല. സ്ഥലം കിട്ടാനില്ല. 5 സെന്റ് വാങ്ങാണ്ടെന്ന് ചോദിച്ചാൽ ഭൂമിയിലുണ്ടാവും, ആകാശ ലോകത്തില്ല. 4 വിരൽ വെക്കാനുള്ള ഇല്ലാ വഫീഹാ മലക്കുൻ സാജിദുൻ ഔ റാക്കിഅ, സുജൂദിലോ റുകുഇലോ കിടക്കുന്ന ഒരു മലക്കില്ലാത്ത 4 വിരൽ വെക്കാനുള്ള സ്ഥലം ആകാശ ലോകത്തില്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ഈ ഇബാദത്തൊക്കെ അള്ളാഹുവിനാണ്. നമ്മൾ ചെയ്തില്ലെങ്കിലും അള്ളാഹു അസീസും ഗഫൂറും ദുൽ ജലാലി വൽ ഇക്റാമുമാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഇബാദത്ത്, നമ്മുടെ തദല്ലുൽ നമുക്ക് ഉപകാരം ചെയ്യുന്നതാണ്. അത് നമുക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അള്ളാഹു നമ്മുടെ ഇബാദത്തിന്റെ ആവശ്യമില്ല. ഹയ്യും ഖയ്യൂം സമദുമാണ് അള്ളാഹു തആല. പക്ഷേ നമ്മൾ നമുക്ക് വേണ്ടി ഇവിടെ അധ്വാനിച്ചില്ലെങ്കിൽ ഇവിടെ എപ്പോഴാണ് നമ്മൾ അധ്വാനിക്കുക? അതുകൊണ്ട് സമയം വളരെ പെട്ടെന്ന് ഓടുകയാണ്. 2016 തുടങ്ങി എന്ന് പറഞ്ഞു, ജനുവരി അത് തുടങ്ങി, മുഹറം തുടങ്ങി, ഒക്കെ കഴിഞ്ഞത് ഇപ്പോൾ ഡിസംബർ ആവാൻ പോവാണ് അല്ലെ. ഇപ്പൊ മുഹറം തുടങ്ങാൻ പോവാണ്. ഇപ്പൊ 2-3 ആഴ്ച കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് സമയം ഓടുകയാണ്. ഇതിനിടയ്ക്ക് നമ്മൾ മരിച്ചവും, ജനിക്കുന്നവർ ജനിക്കും, മരിക്കുന്നവർ മരിക്കും, കല്യാണം കഴിക്കുന്നവർ കല്യാണം കഴിക്കും, കുട്ടികളുള്ളവർ കുട്ടികളുണ്ടാവും, കുട്ടികൾ കല്യാണം കഴിക്കുന്നവർ കല്യാണം കഴിക്കും. ഇതൊക്കെ വളരെ സ്പീഡിലാണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ ടൈമും ഇതേ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പടച്ചോനെ, എന്നോട് ഒരു സെക്കൻഡിൽ ടൈം ഈസ് അപ്പ്, സമയം കഴിഞ്ഞു കേട്ടോ എന്ന് പറയുന്നൊരു രംഗം നമുക്കും വരാനുണ്ടെന്ന് ഇടക്കിടക്ക് ഓർക്കുന്നത് നല്ലതാ. നമ്മൾ ഒരു ലീവ്, അടുത്ത ലീവിന് എത്ര സമയം ഉണ്ടെന്നാ നോക്കുന്നത്. നമ്മൾ മരിക്കാനുള്ള സമയം അതിലും വളരെ പെട്ടെന്ന് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അത് നമ്മൾ ഓർക്കുക. അള്ളാഹു നമുക്കത് എപ്പോഴും ഓർക്കാൻ തൗഫീക്ക് തരട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെയുള്ള നഗരത്തിലൊക്കെ ജീവിക്കുമ്പോൾ വളരെ അലേർട്ടായിട്ട് ജീവിക്കുക. വളരെ കൂലിയാ കിട്ടുന്നത്. ഓരോ കണ്ണു ചിമ്മലിനും, ഓരോ തിന്മയിൽ നിന്ന് മുഖം തിരിച്ചാലും, ഓരോ തിന്മയിലേക്ക് ചിന്ത പോകുമ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോഴൊക്കെ വലിയ വലിയ പ്രതിഫലമാണ്. മൻ ഖാഫ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. അള്ളാഹുവിന്റെ മഹത്വം ഉദ്ദേശിച്ചുകൊണ്ട്, പേടിച്ചുകൊണ്ട് തിന്മയിൽ നിന്ന് മുഖം തിരിച്ചു, മനസ്സ് തിരിച്ചാൽ 2 സ്വർഗം കിട്ടുന്നതാണ്. അള്ളാഹു നമുക്ക് അതൊക്കെ കിട്ടാനുള്ള തൗഫീഖ് അള്ളാഹു തരട്ടെ. നമ്മുടെ കുടുംബത്തിലും കൂട്ടത്തിലൊക്കെ വഴിതെറ്റി ജീവിക്കുന്ന എത്രയോ ചെറുപ്പക്കാരും മക്കളുണ്ട്. മാതാപിതാക്കളും നാട്ടുകാരും വീട്ടുകാരൊക്കെ വളരെ വിഷമത്തിലും സങ്കടത്തിലും ഇരിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്കും നമുക്കൊക്കെ മരണം വരേക്കും അള്ളാഹു ഹിദായത്ത് നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ പ്രത്യേകമായ ഒരു കാര്യങ്ങൾ അറിയിക്കാനുള്ളത്, നമ്മൾ മുമ്പ് നമ്മുടെ കോഴിക്കോട് ജില്ലാ SKSFന്റെ ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്ന ഒരു ആംബുലൻസ് അല്ലെ, അത് അൽഹംദുലില്ലാ നാട്ടിൽ വാങ്ങി. അത് നമ്മുടെ കോഴിക്കോട് ബീച്ച് ആശുപത്രി കേന്ദ്രമായി ഒരുപാട് രോഗികൾക്ക് ഉപകാരപ്പെട്ടു. അതിൽ വലിയ അത്ഭുതം എന്താന്ന് വെച്ചാല്, അതിനെ സഹായിച്ച ആളുകൾക്കൊക്കെ ഇതൊരു വലിയ പുണ്യമാണ്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ, അല്ലാഹു നവ്വർ അല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ട ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന മഹാനുഭാവൻ വഫാത്തായപ്പോ ബേബി ഹോസ്പിറ്റൽ എന്ന ഉസ്താദിന്റെ ബോഡി കൊണ്ടുവന്നത് ഈ ആംബുലൻസിലാണ്. അവിടുന്ന് കൊണ്ടുവന്നതും ദാറുലേക്ക് വന്നതും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ബോഡി കൊണ്ടുവന്നത് ഈ ആംബുലൻസിലാണ്. അൽഹംദുലില്ലാ. അപ്പൊ അത്രയും ഒരുപാട് ആളുകൾ ചെയ്ത ഒരു ഉപകാരം നമുക്ക് വലിയ ഒരു പുണ്യകരമായ ഒരു കാര്യത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അള്ളാഹു അതിനെ സഹായിച്ച മുഴുവൻ ആളുകളെയും അള്ളാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അന്ന് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അബറുകൾ, ബഹുമാനപ്പെട്ടവർ നാട്ടിൽ നമ്മുടെ ദീനിന്റെ ദഅവത്തിന്റെ ഒരു വിങ് നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമുസ്ലിമീങ്ങളായ ആളുകളിലേക്ക് ദീൻ എത്തിച്ചു കൊടുക്കുന്ന ഒരു സംഭവം, നമ്മൾ ഇബാദ് എന്ന് പറയുന്ന വളരെ സൈലന്റ് ആയിട്ട്, വളരെ മനോഹരമായി, ഒരു പ്രകോപനമോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ മനോഹരമായി ദീനിന്റെ ദഅവത്ത് നാട്ടിൽ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവറുകളാണ്. തങ്ങൾ അതിന്റെ കീഴിൽ ഒരു ഖാഫില എന്ന് പറയുന്ന ഒരു സംഘമുണ്ട്. അതായത് ഓരോ സംഘമായി ഒരുമിച്ച് ദീനിന്റെ ആ ഒരു പന്ഥാവിലായി ഓരോ മഹല്ലുകളെയും കൂട്ടിയോജിപ്പിച്ച് ഓരോ മഹല്ലുകളിലും ചെന്ന്
തസ്കീത്ത് നടത്തുന്ന ഒരു ഖാഫില എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അതിന് ബഹുമാനപ്പെട്ട തങ്ങൾ ഡയറക്റ്റ് നേതൃത്വം കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ തങ്ങൾ തന്നെ മുൻനിരയിലേക്ക് ഇറങ്ങിയിട്ട് മഹല്ലുകളിലൂടെ കയറി ഇറങ്ങി അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ വിളിച്ച് അവർക്ക് ദിവസങ്ങളോളം നീണ്ട തർബീയത്തും തസ്കീത്തും കൊടുക്കുന്ന ഖാഫില എന്ന് പറയുന്ന ഒരു വലിയ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളുടെ ആവശ്യമായിരുന്നു നമ്മൾ ആ ആംബുലൻസ് ഏൽപ്പിച്ചത്. അപ്പോ ഹക്കീം ബഷീർ അവർക്ക് ഇപ്പോൾ അവിടെ തങ്ങളുടെ വിവരം കിട്ടിയതനുസരിച്ച് നമുക്ക് അവിടുത്തെ ഈ ഖാഫിലയുടെ ഈ പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ കൂടെയുള്ള ആളുകൾ അവർക്കൊക്കെ നിരന്തരമായ യാത്രകൾ ആവശ്യമുണ്ട്. അപ്പോ ആ ഖാഫിലയ്ക്ക് വേണ്ടി ഇബാദിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ സഹായം അവരുടെ ഒരു വാഹനത്തിന്റെ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് അതിന് ഒരു 6-7 ലക്ഷം രൂപയുടെ അതിന്റെ ആവശ്യം കൂടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ ആയാൽ അത് ഇൻഷാ അല്ലാഹ് നമുക്ക് തന്നെ അതിന്റെ ഒരു പുണ്യം പൂർണ്ണമായി കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇവിടുന്ന് ദുബൈയിൽ നിന്ന് ചെയ്തു കൊടുക്കണമെന്നാണ് ആഗ്രഹം. ഓരോരുത്തരും മനസ്സിൽ നല്ലൊരു നിയ്യത്ത് വെക്കുക ഇൻഷാ അല്ലാഹ്. ഇപ്പോ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ വലിയ പ്രയാസമുള്ള സമയം ഉണ്ടാവും, ചിലപ്പോൾ ചിലർക്ക് പ്രയാസം ഇല്ലാത്തതുണ്ടാവും. കച്ചവടക്കാരും ഒക്കെ വളരെ വലിയ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, ജോലിയില്ലാതെ വിഷമിക്കുന്നവരൊക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും കച്ചവടത്തിലും ജോലിയിലും എല്ലാം അല്ലാഹു ഖൈർ നൽകട്ടെ. ജോലി നഷ്ടപ്പെട്ടവർക്ക്, നഷ്ടപ്പെടുമെന്ന് പേടിയുള്ളവർക്ക്, അത്തരം ഒരു പ്രയാസത്തിലുള്ള ആളുകൾക്കൊക്കെ അള്ളാഹു അതിലും ഹൈറായത് റബ്ബ് പകരം നൽകട്ടെ. നമ്മുടെ ഈ ഹോട്ടൽ ഇവിടെ ഒരുമിച്ച് കൂടി നിങ്ങളെല്ലാവരും, നിങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ ഒക്കെ ഒരുപാട് അറിയുന്ന പരിചയക്കാർ, നമ്മുടെ സൂക്കിലും മുർഷിദ് ബസാറിലും ഇവിടെയും എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒക്കെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. ഈ കച്ചവടക്കാരുടെ കച്ചവടത്തിന്റെ ബർക്കത്താണ് നമുക്ക് ഒരുപാട് നന്മ ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കണം. അള്ളാഹുയുടെ കച്ചവടത്തിലൊക്കെ ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. നഷ്ടങ്ങളൊക്കെ അള്ളാഹു പരിഹരിച്ചതിന് പകരം അള്ളാഹു ഖൈർ കൊടുക്കട്ടെ. ആമീൻ. അപ്പൊ നിങ്ങളുടെ നല്ല ഒരു നിയ്യത്തിലേക്ക് എന്ത് ചെയ്യുക, ഈ ഒരു പദ്ധതി നിങ്ങൾക്കാണ് 25, 50, 1 അല്ലെങ്കിൽ അത് കുറവോ കൂടുതലോ ഒക്കെ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉസ്താദിനെ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളെ ആ വിഷയം അറിയിച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് അവരുടെ ആ ഒരു വാഹനത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് തീർത്തു കൊടുക്കണം എന്ന വലിയൊരു ആഗ്രഹമുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെയായിരുന്നു അന്ന് ആംബുലൻസിന്റെ വിഷയം പറഞ്ഞത്, തങ്ങളുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇതും നടക്കുന്നത്. അപ്പോ ഇൻഷാ അല്ലാഹ് നന്മകൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ കഴിയുന്നത്, ആരും കടം വാങ്ങിയിട്ട് ചെയ്യരുത്. എന്ത് ചെയ്യണ്ട, കടം വാങ്ങിച്ചു കൊടുത്തിട്ട് ഇടങ്ങാറായിട്ടൊന്നും എന്ത് ചെയ്യണ്ട, അങ്ങനെ ഒരു മാനം കാക്കാൻ വേണ്ടി ഒന്നും ആരും ചെയ്യണ്ട. അല്ലാഹു തആല അവനവന് വല്ലതും തന്നു, സ്വന്തം കുടുംബത്തിനും മക്കൾക്കും ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് മിച്ചുണ്ടോ, അത്രക്കല്ല ഈമാനിൽ നമുക്ക് ഉണ്ടാവുള്ളൂ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ എല്ലാ ആവശ്യം ഉണ്ടായിട്ടും കൊടുത്തു, മുഴുവൻ കൊടുത്തോളൂ നബിയെ, എനിക്ക് അല്ലാഹു റസൂലും മതി. അങ്ങനത്തെ തവക്കലൊക്കെ നമ്മളെ കൂടെ ചെയ്യാൻ കഴിയാൻ പ്രയാസമായിരിക്കും. അപ്പൊ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് അള്ളാഹു തരികയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇതിന് കൊടുക്കും. അങ്ങനെ നീയത്ത് വെച്ചാൽ ഇപ്പൊ ആരും തരണ്ട, അങ്ങനെ എന്ത് ചെയ്യണ്ട, വിഷമം ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞ അതെ, ഒന്നാം കൂടെ കൈമാറിയിട്ടുണ്ട്. കാരണം അബ്ബാസ് തങ്ങൾക്ക് മിനിയാന്ന് 5 ലക്ഷം ഇവിടുന്ന് തന്നെ സമാഹരിച്ച 5 ലക്ഷം കൈമാറിയിട്ടുണ്ട്. ബാക്കി 7 ലക്ഷം കൂടെയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ആവശ്യപ്പെട്ടത്. അതെ, അപ്പോ ആരും ബുദ്ധിമുട്ടിക്കല്ല, ഉസ്താദിന്റെ കയ്യിൽ തന്നെ കൊടുത്താൽ അതായിരിക്കും നല്ല. അതുമല്ല ഈ 10 രാത്രിയുടെ ഏറ്റവും പുണ്യമായ പിന്നീട് എന്ന് പറയുമ്പോൾ ഈ റിലീജിയൻ ഇത് കഴിഞ്ഞു, അതും കൂടി ഉദ്ദേശിച്ചാണ് ഈ ദിവസം. ഏതായാലും അക്യുവേഷൻ നമ്പർ കൊടുക്കേ, ഇപ്പൊ ഒന്നും കൊണ്ടുവരാത്തോലൊക്കെ ഉണ്ടാവും ചിലപ്പോ, അല്ലേ? ഇല്ല, ആയിക്കോട്ടെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ പറ്റുന്നവരെന്ത് ചെയ്യാ, ഇവിടുന്ന് തന്നെ ചെയ്യാന്നാ പറഞ്ഞതിന്റെ താല്പര്യം. നാട്ടില് കരിമ്പ് ജ്യൂസ് അടി ഉണ്ട്, അതൊക്കെ കരിമ്പ് ജ്യൂസ് അടി ഉണ്ട്. ആ കരിമ്പ് ജ്യൂസ് ഇങ്ങനെ അടിച്ചിട്ട് 2 ഗ്ലാസ് 3 ഗ്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടേ ചണ്ടിയാവുമ്പോണ്ട് ലാസ്റ്റ് മടക്കിയിട്ടൊരു നാരങ്ങ വെച്ചിട്ടൊരടി. അപ്പൊ ആ പരിപാടിയൊന്നും അല്ല ഇത്. എന്ത് ചെയ്യാണ്, ആദ്യത്തെ ജ്യൂസ് തന്നെയാണ് ഈ വരുന്നത്. എന്തല്ല മടക്കിയടിക്കല്ല. ആയിക്കോട്ടെ. ആരെങ്കിലും അതിന് സൗകര്യമില്ല, അന്ന് ആംബുലൻസിന്റെ വിഷയം വന്നപ്പോ അങ്ങനെ നമ്മൾ ചെയ്തത്. എന്ത് ചെയ്യാ, കുറച്ച് ആളുകൾ ഏറ്റെടുക്കേണ്ടായത്. അൽഹംദുലില്ലാഹ്. അപ്പൊ നിങ്ങളതിന്റെ കാര്യങ്ങൾ ഇപ്പോ സദസ്സ് പിരിഞ്ഞു പോകുന്ന സമയത്ത് എന്ത് ചെയ്യാം, നിങ്ങൾ ഹക്കീം ബഷീർ അതിന്റെ അടുത്ത് കൊടുത്തേക്ക്, ഒരു കയ്യിലാണ് ബർക്കത്തുള്ള ഇൻഷാ അല്ലാഹ്. അപ്പോ ആർക്കെങ്കിലും ഒരു നല്ല സംഖ്യ ഏറ്റെടുക്കാൻ പ്രയാസങ്ങൾ ഞാൻ പറയുമ്പോ എന്റെ നീയത്ത് പോയി പോവോ അല്ലെങ്കിൽ എന്റെ നീയത്ത് നഷ്ടപ്പെടുവോ അങ്ങനെ പേടിക്കണം. നമ്മുടെ കൽബിൽ എന്തുണ്ടായിരുന്നത്, ഞാൻ അറിയപ്പെടണം, ഞാൻ ചെയ്ത് 4 ആൾ അറിയണം, ആ നീയത്ത് നമ്മുടെ കൽബിലില്ല, ഞാൻ മതി ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഒരു സംഖ്യ സംഭാവന ചെയ്യാൻ താല്പര്യമുള്ളവർ, എന്തെങ്കിലുമൊക്കെ ചെറുതോ വലുതുമായ സംഖ്യകൾ പറ്റുന്നവരെന്ന് എന്ത് ചെയ്യുന്ന കൈപൊക്കി പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊരു മോട്ടിവേഷൻ ആവും ചെയ്യും. അത് പിന്നെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിയുന്നത് എന്ത് ചെയ്യാം, സന കൈ കൊടുത്തിട്ട് പോയിക്കോളൂ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ. ആരെങ്കിലും ഉണ്ടോ അങ്ങനെയൊന്നും പറഞ്ഞ ഞങ്ങൾ കൈപോക്കൂല, നിങ്ങൾക്കറിയാം.
നിങ്ങൾക്ക് വേറെ നിനക്ക് ഒന്ന് ധരിപ്പിച്ച് പറഞ്ഞു തരുന്നില്ലേ? അപ്പോ എന്ത് ചെയ്യാം, നമുക്ക് അതിന് സമയമല്ല ഒന്ന്. പിന്നെ നിങ്ങൾ ഇടങ്ങാറാക്കാനും തോന്നണില്ല. ഈ ജോലി കഴിഞ്ഞ് വന്നിട്ടേ അപ്പൊ സൗകര്യമുള്ള ആളുകൾ, മൊത്തത്തിൽ ക്ഷീണം നമ്മുടെ മാർക്കറ്റിലൊക്കെ പ്രയാസമൊക്കെയാണെന്നൊക്കെ എന്നും നിങ്ങൾ ഓരോരുത്തരും കേൾക്കുന്നേക്കാളും കൂടുതൽ ഞാൻ കേൾക്കുന്നുണ്ട്. വേണ്ടി ദ്വാരക്കുന്നുണ്ട്. അള്ളാഹു നമ്മൾ എല്ലാവരുടെയും ദ്വാ അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ആരെങ്കിലും ഒരു നല്ല നിയ്യത്ത് ചെയ്തിട്ട് 10 ആരാ മൊയ്തുക ഓക്കെ, അൽഹംദുലില്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. 10,000 രൂപയാണോ? എന്തിന്റെ? അൽഹംദുലില്ലാഹ് കൂടെ നല്ല റേറ്റാന്ന് എല്ലാവർക്കും ഇപ്പോ അല്ലേ? അപ്പോ ആരുള്ളത്? 25. അൽഹംദുലില്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 25 അൽഹംദുലില്ലാഹ്. പിന്നെ ആരാളുള്ളത്? വളരെ പെട്ടെന്നാവും. അൽഹംദുലില്ലാഹ് അള്ളാഹു നമുക്ക് തന്നിട്ട് നേരത്തെ കടം വാങ്ങിട്ടൊന്നും കൊടുക്കണ്ട. നിങ്ങളെ കയ്യിൽ അന്ന് തന്നതുണ്ടെങ്കിൽ കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. ബാക്കി ആരെ കയ്യിലുള്ള തന്നിട്ടില്ല എന്നപ്പോ ഞാൻ മനസ്സിലാക്കേണ്ടത് ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? 10 അൽഹംദുലില്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ. പിന്നെ 10 അൽഹംദുലില്ലാഹ്. വേറെ ആരാ പറഞ്ഞേ? അൽഹംദുലില്ലാഹ്. പിന്നെ ഒന്ന് കൈപൊക്കിയാ മതി. അപ്പൊ എന്താണ് നമ്മള് അറിയും. അൽഹംദുലില്ലാഹ്. പിന്നെ ആരാ? 10 അൽഹംദുലില്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവർക്കും അള്ളാഹു ഖൈർ തരട്ടെ. ഒരു സൗഭാഗ്യം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഒരു ലഹിയത്തിന്റെയും സമർപ്പണത്തിന്റെയും ഒക്കെ കഥ പറയുമ്പോൾ നമ്മൾ പറ്റുന്നത് 1000 2000 പറ്റുള്ളൂ, അല്ല 5000 പറ്റുള്ളൂ, അത്രയും 50 പറ്റുമോ, അങ്ങനെ ഇത്രയാണ് നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്ന് പറഞ്ഞേക്ക്. അള്ളാഹു താല സ്വീകരിക്കട്ടെ. ഇനി ആരാളുള്ളത്? പെട്ടെന്ന് പറഞ്ഞു. നമുക്ക് ദുആ ചെയ്തിട്ട് തിരിയണം. അള്ളാഹു താല നമുക്ക് നല്ല നിലയ്ക്ക് ഈ പെരുന്നാളും ഇതിന്റെ ദിവസങ്ങളും ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനത്തോടെ ഈ ദിവസങ്ങളൊക്കെ ആചരിക്കാനുള്ള തൗഫീഖിന് വേണ്ടി ദ്വാരക്കണം കേട്ടോ. അള്ളാഹു താല ലോക മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും? വലിയൊരു ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട ഹക്കീം വൈസി ഉസ്താദിന്റെ തലയിലാണ് ഇപ്പൊ കിടക്കുന്നത്. കാരണം അത് നമ്മൾ ചെയ്തു കൊടുക്കാം എന്ന് ബഹുമാനപ്പെട്ടവർ നിങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ള ധൈര്യത്തിൽ പറഞ്ഞു ചെയ്തിരിക്കണം. അപ്പൊ എത്ര 7 ലക്ഷം വേണ്ടി വരുള്ളതിന് അപ്പോ നിങ്ങളുടെ മനസ്സിലൊക്കെ ഒന്ന് കിടക്കട്ടെ. എന്ത് ചെയ്യാ, ഉസ്താദിന്റെ കോണ്ടാക്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഇവിടുന്ന് പറയാൻ നാണല്ലോ ഒക്കെ ഉണ്ടാവും ചിലപ്പോ. ഇപ്പൊ കഴിഞ്ഞിട്ട് സ്വകാര്യമായിട്ട് പറയാൻ പറ്റുന്നവർ അങ്ങനെ എന്ത് ചെയ്യാ, നമ്മൾ പരിപാടി കഴിഞ്ഞ് സ്വലാത്ത് ചൊല്ലി പോകുന്ന സമയത്ത് എന്ത് ചെയ്യാ, നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു നല്ലൊരു നിയ്യത്ത് ചെയ്തിട്ട്, പെരുന്നാളൊക്കെ അല്ലേ, നല്ല നിയ്യത്ത് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് അത് കൊടുക്കുകയും ചെയ്യാം. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ദുആയിലേക്ക് കടക്കല്ലേ? അൽഹംദുലില്ലാഹ്. നമുക്ക് നമ്മളിതിലേക്ക് ബിസ്മില്ലാ. അപ്പോ 12 വർഷമായിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന നമ്മുടെ സുഹൃത്തുണ്ട്. അള്ളാഹു അവർക്ക് സ്വാലിഹീങ്ങളായ മക്കൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതൊരു സുഹൃത്ത് സൗദിയിൽ വെച്ച് മരിച്ചു എന്ന് പറഞ്ഞല്ലേ, നാദാപുരത്തുള്ള സുഹൃത്ത് 24 വയസ്സുള്ള അല്ലെ, കൊടുവള്ളി ഇവിടെ അവിടെ തന്നെ ഉള്ളത്, പേപ്പറായിട്ടില്ല, റെഡി ആയില്ല. അള്ളാഹു താല സഹോദരന് പുറത്തു കൊടുക്കട്ടെ. ഇവിടെ ഖബറിടം അള്ളാഹു സ്വർഗത്വപ്പാക്കി കൊടുക്കട്ടെ. അവർക്ക് ആ മയ്യത്തിന്റെ മറ്റു ഫോർമാലിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള, വളരെ പെട്ടെന്നത് ക്ലിയർ ആവാനുള്ള തൗഫീഖും അള്ളാഹു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊരു നമ്മുടെ തമിഴ്നാട്ടുകാരനായ നമ്മുടെ സുഹൃത്ത് ശാസ്ത്രി ഇരിക്കുന്നുണ്ട്. ദീനിലേക്ക് കടന്നു വന്ന സുഹൃത്താണ്. പേര് അബ്ദുറഹ്മാൻ അല്ല, സുലൈമാൻ എന്ന പേര്. അദ്ദേഹം തമിഴ് സംസാരിക്കുന്ന ആളാണ്. മലയാളമൊക്കെ പറയുന്നുണ്ട് അൽഹംദുലില്ലാഹ്. അപ്പോ വലിയ സന്തോഷത്തിലാണ്. അപ്പോ സുലൈമാൻക്ക് അപ്പോ ഒരു കാര്യം പറയാനുള്ളത്, ആർക്കെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു ജോലി സാധ്യത എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലുമൊക്കെ ജോലി പറ്റുന്ന ഒരു മൈഷത്ത്, ജോലി ഇല്ലാതെ വിഷമത്തിലുമാണ് അദ്ദേഹം. അപ്പൊ എന്ത് ചെയ്യാം, നമ്മളൊക്കെ പരസ്പര സഹോദരങ്ങളല്ലേ. നമ്മളൊരു ജ്യേഷ്ഠനെ അനിയനെ സഹായിക്കുന്ന പോലെ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ ജോലി വിഷയത്തിൽ എല്ലാവരും ഒന്ന് ശ്രദ്ധ കൊടുക്കണം. ആർക്കെങ്കിലും അവരുടെ കമ്പനിയിലോ ഷോപ്പിലോ ഒക്കെ വല്ല ഒഴിവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറ്റുന്ന ജോലിയാണെങ്കിൽ എന്ത് ചെയ്യുക, അന്ന് അറിയിച്ചു കൊടുക്കണേ. അള്ളാഹു അദ്ദേഹത്തിന് നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു, ഭാര്യയുടെ മാനസിക പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി അള്ളാഹു തആല സലാമത്ത് കൊടുക്കട്ടെ. കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറാൻ വേണ്ടി ദ്വാരക്ക. ഒരുപാട് കുടുംബങ്ങൾ അങ്ങനെ വലിയ വിഷമത്തിലും പ്രയാസത്തിലൊക്കെ പറയുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. ഭാര്യയും വീട്ടുകാരും ഒരുമയിലാവാൻ ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല അവരുടെ ആ പ്രയാസങ്ങളൊക്കെ നീക്കി സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ.
അമ്മീൻ. ജ്യേഷ്ഠന്റെ മകൻ മുഹമ്മദ് നഈം അബുദാബി ഖലീഫ ഹോസ്പിറ്റൽ ചികിത്സയിലാണ്. കുട്ടിയുടെ രോഗം പൂർണ്ണമായും ശിഫയാവാനും ദീർഘായുസ്സനും ആഫിയത്തിനും വേണ്ടി ദുആരക്കാൻ വേണ്ടി ഒരു സുഹൃത്ത് ദുആരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ മുഹമ്മദ് നഈം എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരന് വളരെ പെട്ടെന്ന് അല്ലാഹു ശിഫ നൽകട്ടെ. ആഫിയത്തും സലാമത്തും ആയുസ്സും ആരോഗ്യമൊക്കെ അല്ലാഹു അവർക്ക് നമുക്ക് നൽകട്ടെ. ആമീൻ. മരണപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും പ്രത്യേകം ദുആരക്കണമെന്ന് പറഞ്ഞ് സുഖമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. ദുആരക്കാൻ വേണ്ടി പറഞ്ഞ് എല്ലാ നമ്മുടെ മരിച്ചുപോയ മുഅ്മിനാത്തുകൾക്ക് അല്ലാഹു അവരുടെ ഖബറിടം സർവ്വത്തപ്പാക്കി കൊടുക്കട്ടെ. എല്ലാ പ്രയാസമുള്ള ആളുകൾ നമ്മളിപ്പോ ഈ ഒരു വിഷയത്തിലേക്ക് ആ ഒരു ഇബാദിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ഒരു സംഖ്യ ഏറ്റെടുത്ത ആളുകൾ അള്ളാഹുവിനെ അറിയുന്നവരാണ്. അവരുടെ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും ദുന്യവിയും മുഹ്റവിയുമായ കുടുംബത്തിലും സ്വന്തം ശരീരത്തിലും ഒക്കെ എല്ലാ പ്രയാസങ്ങളും നീക്കി എല്ലാവിധ വിജയവും രണ്ട് ലോകത്തെ ഫലാഹും നീ നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. ആമീൻ. അങ്ങനെ ആരെങ്കിലുമൊക്കെ നിയത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സദസ്സിൽ വെച്ചിട്ട് തന്നെ ആയിക്കോട്ടെ. ഇപ്പൊ നേരിട്ട് പറയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ എന്താ സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ ഇവിടെ വന്നിട്ട് അത് അറിയിക്കുക ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. നമ്മുടെ ഈ ഹാളിന്റെ നമ്മുടെ ഒരു നമ്മൾ എത്ര ഇപ്പൊ വാടക കൊടുക്കുന്നതിന് 2500 രൂപയാണ് ഈ ഹാളിന് നമ്മൾ വാടക ഇപ്പൊ കൊടുക്കുന്നത്. ഇന്നത്തെ ഈ ഒരു പരിപാടിക്ക് 2500 ദിർഹം കൊടുത്താലേ ഈ കമ്മിറ്റിക്കാരെ ഒരു പുറത്ത്